ഗുഡ് ഈവനിങ്. PCTA കോട്ടയം കമ്മിറ്റി നടത്തുന്ന ഉണർവിൻ്റെ 4ാമത്തെ സെഷനാണിന്ന്. PCTA സംസ്ഥാന പ്രസിഡന്റ് മനോഹർലാൽ സാർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ പ്രസിഡന്റ് ബാബു തോമസ് സാർ എത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആദരണീയായ വ്യക്തികൾ. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് ക്ലാസ്സിന് വേണ്ടി ലഭിച്ചിരിക്കുന്നത് ബോബൻ സാറിനെയാണ്. ബോബൻ സാറ് PCTA സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. സാർ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. സാറിനെ കുറിച്ച് പറയുമ്പം 18 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് സാറിന് ഈ ഫീൽഡിലുള്ളത്, പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ഫീൽഡിൽ. പ്രധാനമായും ക്ലയൻറ്റ് സെൻറ്റേർഡ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, മോട്ടിവേഷണൽ വർക്ക്ഷോപ്സ്, അതുപോലെ ലൈഫ് സ്കിൽ ട്രെയിനിങ്, ഇങ്ങനെ പല രീതികളിൽ തീർച്ചയായിട്ടും PCTA സംബന്ധിച്ചോളം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്ന് പറയാം. PCTA സ്റ്റേറ്റ് സെക്രട്ടറി, അതോടൊപ്പം ആൻറ്റി നർക്കോട്ടിക് വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കുന്ന മൊഡ്യൂൾ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ, കാത്തലിക് കോൺഗ്രസ്സിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൻറ്റി നർക്കോട്ടിക് വിങ്ങിൻ്റെ കോർഡിനേറ്റർ, അങ്ങനെ പല നിലകളിൽ സൈക്കോളജിക്കൽ തലങ്ങളിലൊക്കെ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിയാണ്. പ്രധാനപ്പെട്ട വിഷയം ഇംഗ്ലീഷാണ്. MA ഇംഗ്ലീഷാണ്. കോളേജിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. കൗൺസിലിങ്ങിൽ, ഹിപ്നോസിസിൽ ഒക്കെ വളരെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ നടത്തുന്നു. PCTA അതുപോലെ തന്നെ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ പ്രയോജനകരമായ അറിവുകൾ നമ്മളിലേക്ക് പകർന്നു തരാൻ തക്കവണ്ണം ഇന്ന് എത്തിയിരിക്കുന്ന ബോബൻ സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും. ബോബൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. എന്നെ പരിചയപ്പെടുത്തിയതിന് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ പേര് ബോബൻ എന്നാണ്. ഞാൻ അറിയപ്പെടുന്ന ബോബൻ കൊക്കപ്പുഴ എന്നാണ്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അവിടെയാണ് എൻ്റെ സെൻറ്റർ. 2 സെൻറ്ററുകളുണ്ട്. ഒന്ന് എൻ്റെ വീട്ടിലും ഒന്ന് പെരിന്തൽമണ്ണ അമല അക്കാഡമി എന്ന സ്ഥാപനമുണ്ട്, അവിടെയും. അമല എന്ന് പറയുന്ന ഒരു ട്രസ്റ്റാണ്. ഏകദേശം 32ഓളം വ്യക്തികൾ ചേർന്ന് തുടങ്ങിയ ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ ഒരു സ്ഥാപനമാണ് അമല അക്കാഡമി. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞ 20 വർഷത്തോളം ഞാനൊരു കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. 2019 അവിടുന്ന് പിരിഞ്ഞതിന് ശേഷം മുഴുവൻ സമയം ഈ അമല അക്കാഡമിയിലാണ് പ്രവർത്തിക്കുന്നത്. കൗൺസിലിംഗ്, അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്തുന്നു. പിന്നെ ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് PCTA, പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ, അതിലൊരു മെമ്പറാവാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സാബു സാർ എന്നെ പരിചയപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യ ഒരു UP സ്കൂൾ അസിസ്റ്റൻ്റായിരുന്നു, റിട്ടയർഡാണ്. 2 മക്കൾ. മൂത്ത മകൻ ബോണിഫേസ്, അവൻ വിവാഹം കഴിച്ച് കോഴിക്കോട് ജോലി ചെയ്യുന്നു. 2ാമത്തെ മകൻ റോണി ഫിലിപ്പ്, അവൻ തിരുവനന്തപുരത്തൊരു എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. 20 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് കൗൺസിലിംഗ് മേഖലയിൽ. രസകരമാണ് അത് എന്ന് പറയുമ്പോൾ. ഞാനൊരിക്കലും ഒരു ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തൊരു സിസ്റ്റർ, ഒരു നണ്ണുണ്ടായിരുന്നു. അവരുമായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നു. അവരെന്നോട് പറഞ്ഞു ഈ കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പം അതാണ് അവരുമായിട്ട് സംസാരിച്ചത്. പരീക്ഷാക്കാലത്ത് അവർക്കുണ്ടാവുന്ന സ്ട്രെസ്, ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു ഈ സിസ്റ്റർ ഒരു HM ആണെന്നുള്ളത്. 2-3 ആഴ്ചയ്ക്ക് ശേഷം എനിക്കൊരു ഫോൺ കോൾ വന്നു, സാറ് ഞങ്ങളുടെ സ്കൂളിലൊന്ന് വരണം എന്ന്. അന്ന് തുടങ്ങിയതാണ് കുട്ടികൾക്ക് എക്സാമിനേഷൻ സ്ട്രെസ്സിനുള്ള ക്ലാസ്. ഒരുപാട് സ്കൂളുകളിൽ ഞാൻ പോയി ചെയ്യുന്നുണ്ട്. സിസ്റ്റർ എന്നെ വിളിച്ച് ആ സ്കൂളിൽ ഞാൻ ചെയ്തു. ഒരു ഗേൾസ് ഹൈസ്കൂളായിരുന്നു. 260 കുട്ടികളാണ് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തത്. അപ്പോൾ അതെനിക്ക് വലിയൊരു പ്രചോദനമായി. പിന്നീട് ഞാൻ 15 വർഷമായി ഇപ്പോൾ ആ മേഖലയിലാണ്. ഓക്കെ, ഞാൻ ആദ്യം പറയാം. നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം.
സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇംഗ്ലീഷുകാരനായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ വായിച്ച ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. എനിക്കിഷ്ടമായിരുന്നു ചരിത്രം. കുട്ടികൾ പറയുന്നത് എങ്ങനെയോ പോയി ഇംഗ്ലീഷ് പ്രൊഫസർ ആയതാണ്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ചരിത്രമാണ്. ഒരുപാട് ചരിത്ര പുസ്തകങ്ങളുണ്ട് എൻ്റെ ലൈബ്രറിയിൽ. ഒരു കൊച്ചു ലൈബ്രറി ഉണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ, മേശപ്പുറത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ പരന്നു കിടക്കും. അപ്പം ചരിത്ര പുരുഷന്മാർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന, അല്ല നമ്മുടെ മുമ്പിൽ അവരവതരിപ്പിച്ച ഇസംസ്, അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അധികമൊന്നുമില്ല, പക്ഷേ നമ്മൾ ചിന്തിക്കണം, ചരിത്രം നമ്മുടെ മുമ്പിൽ വലിയൊരു ഉദാഹരണങ്ങൾ, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് കാണാതെ പോകുന്നു, അവരെക്കുറിച്ച് പഠിക്കാതെ പോകുന്നു, അവരുടെ ഒന്ന് രണ്ട് ചുറ്റുപാടുകൾ മാത്രം മനസ്സിലാക്കുന്നു. ഒന്നുകിൽ അവരുടെ പരാജയം, അല്ലെ അവരുടെ വിജയം. പക്ഷെ അതിലൂടെ അവർ നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മൾ അന്വേഷിക്കാതെ പോയ പാഠങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അറിയാതെ പോകുന്ന പാഠങ്ങൾ, നമ്മൾ പുറത്തെ ചില കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ ഇവർ നമ്മുടെ മുമ്പിൽ നിരത്തിയ ഒരുപാട് പാഠങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ട് വ്യക്തികളെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എന്നെ ആകർഷിച്ച ഒന്ന് രണ്ട് വ്യക്തിത്വങ്ങൾ അതാണ്. നമുക്കറിയാം, ചരിത്രം രണ്ടാണ്, BC ആൻഡ് AD. ചരിത്രാതീത കാലമുണ്ട്, ചരിത്രകാലമുണ്ട്. അത് BC ആൻഡ് AD എന്ന് പറഞ്ഞ രണ്ട് കാലഘട്ടങ്ങളാണ്. BCയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വ്യക്തമായ യാതൊരു ചരിത്രരേഖകളും പല കാര്യങ്ങൾക്കും നമുക്ക് ലഭിക്കാറില്ല. പല കാര്യങ്ങളും വ്യക്തമായ ചരിത്ര തെളിവുകൾ നമുക്കില്ല. ഉള്ള തെളിവുകൾ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അവ പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ഒന്നുകൂടി പറയണേ, വ്യക്തമായ തെളിവുകൾ പലതും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണം, ഇന്ത്യ ഭരിച്ചൊരു ചക്രവർത്തിയായിരുന്ന വിക്രമാദിത്യ ചക്രവർത്തി, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ നവരത്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇവരൊന്നും സ്ഥിരമായി അവിടെ ഉണ്ടായിരുന്നവരല്ല, ഓരോ കാലഘട്ടത്തിൽ വരികയും പോവുകയും ചെയ്തവരാണ്. അവർ നമുക്ക് ഒരുപാട് പാഠങ്ങൾ തന്നിരുന്നത്. അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. അവരിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകളൊന്നും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങുന്നത് BCയിൽ നമ്മുടെ സബ്ജക്റ്റാണ്, ഇസംസ് ഓഫ് വിക്ടറി ഫ്രം ഹിസ്റ്ററി എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ അതിൽ ഞാൻ 3 വ്യക്തിത്വങ്ങളാണ് എന്നെ ആകർഷിച്ച, അല്ലെ നമ്മൾ മനസ്സിലാക്കേണ്ട 3 വ്യക്തിത്വങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അതൊന്ന് BC 247 ജനിച്ച് വെറും 2 വർഷം കൊണ്ട് ലോകത്തെ ഞെട്ടിയുറപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു ഹാനിബാൾ എന്നാണ്. ഹാനിബാൾ. ഈ ഹാനിബാളിനെ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് അറിയാം. വലിയ വിജയങ്ങൾ നേടിയതിനു ശേഷം പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ ഒരു മനുഷ്യനാണ്. നമ്മൾ ആദ്യം എടുക്കുന്ന 2 വ്യക്തികളും വിജയങ്ങളെല്ലാം നേടിയതിനു ശേഷം അതിനേക്കാൾ വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയ 2 വ്യക്തിത്വങ്ങളെ എന്തുകൊണ്ട് എന്നവിടെ ചോദ്യമുണ്ട്. അതിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. വലിയ വിജയങ്ങൾ നേടിയ ശേഷം വീണ്ടും അതേ ശക്തിയിൽ തന്നെ അവർ പോയിട്ട് പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ എന്തുകൊണ്ട്? നമ്മുടെ മുമ്പിൽ അവരുടെ പരാജയമാണ് നമ്മൾ ഏറ്റവും വലുതായി കാണുന്നത്. അവരുടെ വിജയത്തെക്കാൾ ഉപരിയായിട്ട് അവരുടെ പരാജയം, ഹാനിബാളിൻ്റെ പരാജയം, അത് വിജയത്തെക്കാൾ ഭീകരമായിരുന്നു, ക്രൂരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതിന് ശേഷം കീഴടക്കാനായിട്ട് വേട്ടപ്പട്ടികളെ കാട്ടിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. വേട്ടപ്പട്ടികൾ അദ്ദേഹത്തെ വേട്ടയാടി അവസാനം കീഴടങ്ങുമെന്ന് കണ്ടപ്പോൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത മനുഷ്യനാണ് ഹാനിബാൾ. പക്ഷേ ഹാനിബാളിൻ്റെ ജീവിതം ഇത്ര ഡിസിസീവ് ഫെയിലർ ആയിരുന്നിട്ടും അദ്ദേഹം ഒരു ഈസം, ഹാനിബാളിസം. ആ ഈസം എന്താണെന്നാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹാനിബാൾ ഏകദേശം BC 247 കാർത്തേജിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവും പ്യൂനിക് വാർസ് എന്ന് പറഞ്ഞ ഒരുപാട് യുദ്ധങ്ങൾ റോമുമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി റോമാണ്. അപ്പോൾ ചെറുപ്പം മുതലേ ഹാനിബാളിൻ്റെ ഉള്ളിൽ റോമിനോടുള്ള ഒരു പക വളർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ റോമിനെ എങ്ങനെയെങ്കിലും യുദ്ധങ്ങളിൽ പരാജയപ്പെടുത്തണം എന്നായിരുന്നു ഹാനിബാളിൻ്റെ മനസ്സിൽ. ഹാനിബാൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വലിയ സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. വലിയൊരു സൈന്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. 2 ഏറ്റവും പ്രധാനപ്പെട്ട ഹാനിബാളിൻ്റെ വിജയത്തിലേക്ക് നയിച്ച പ്രത്യേകതകളാണ്. 1, വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ സൈനിക നേതാക്കളും തൻ്റെ ശത്രുവിൻ്റെ
വീക്ക്നെസ് ആണ് അന്വേഷിക്കുന്നതെങ്കിൽ ഹാനിബാൾ അന്വേഷിച്ച സ്ട്രെങ്ത് ആണ്. സ്ട്രെങ്ത്, ശക്തി എവിടെയോ അവിടെ ആക്രമിക്കാനാണ് അദ്ദേഹം പഠിച്ചത്. അപ്പം അദ്ദേഹത്തിന് നമ്മൾ പഠിക്കുന്ന ഒന്ന് ഇതാണ്: ഒന്ന് പ്ലാനിങ്, രണ്ട് റിസോഴ്സ്. ഒരുപാട് റിസോഴ്സ് അദ്ദേഹം ശേഖരിച്ചു. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, അക്കാലത്ത് റോമൻ സാമ്രാജ്യത്തെ കീഴടക്കാനോ ആക്രമിക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ്. കീഴടക്കാൻ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. പക്ഷേ ഹാനിബാൾ റോമിനെ 3 യുദ്ധങ്ങളിൽ പാടെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. വലിയ നഷ്ടം വരുത്തി. അതിന് ഹാനിബാൾ ചെയ്ത ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇസം എന്ന് പറയുന്നത്, ഹാനിബാളിസം. അതിലൊന്ന് വ്യക്തമായ പ്ലാനിങ് ആയിരുന്നു, വർഷങ്ങളോളം നീണ്ടുനിന്ന പ്ലാനിങ്. ആ പ്ലാനിങ്ങിൽ ഹാനിബാൾ റോമിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിച്ചു. സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് രണ്ടും. എവിടെയായിരുന്നു വീക്ക്നെസ് എന്നുള്ള കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം വളരെ വിദഗ്ധമായി നമുക്കറിയാം, ഈ റോം ഇരിക്കുന്ന ഇറ്റാലിയൻ പ്രദേശങ്ങളിലൊന്നും ആനകൾ ഉണ്ടായിരുന്നില്ല. അപ്പം അദ്ദേഹം ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും ആനകളെ ഇറക്കി എന്നാണ് പറയുന്നത്. എന്നിട്ടാണ് യുദ്ധം ചെയ്തത്. റോമിലൊരു ചൊല്ലുണ്ടായിരുന്നു, ഇതാ പടിവാതിക്കൽ ഹാനിബാൾ എന്ന് പറഞ്ഞാൽ ഹാനിബാൾ ടു ദ ഗേറ്റ്സ്, ഗേറ്റിൽ വരെ ഹാനിബാളെത്തി എന്നാണ്. അങ്ങനെ റോമിനെ 3 യുദ്ധത്തിൽ പാടെ പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്. 3 യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഹാനിബാൾ അവരുടെ സ്ട്രെങ്ത്തിനാണ് അറ്റാക്ക് ചെയ്തത്. ഹാനിബാളിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് ഇതാണ്: എൻ്റെ തയ്യാറെടുപ്പുകളാണ്, വർഷങ്ങളോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾ. 2, സ്ട്രെങ്ത്, ആളുടെ സ്ട്രെങ്ത്, അതിനെ ആക്രമിച്ചു. 3-മതാണ് അദ്ദേഹം വീക്ക്നെസ് കണ്ടുപിടിച്ചത്. 4-മത് ഹാനിബാൾ ചെയ്ത ഒന്ന്, ഹാനിബാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഓരോ വ്യക്തിത്വങ്ങളെയും കൃത്യമായി അദ്ദേഹം പഠിച്ചു. റോമിലെ സൈനിക നേതാക്കന്മാരെ വ്യക്തമായിട്ട് പഠിച്ചു. മണിക്കൂറുകളോളം പഠിക്കാൻ വേണ്ടി എടുത്തു. നമ്മൾ ഈ പറയുന്ന ഓരോ വ്യക്തിത്വങ്ങൾ എടുക്കുമ്പോഴും അവരൊക്കെ ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തവരാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഹാനിബാളിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. ഉള്ള വിവരം ഇത് മാത്രമാണ്: നന്നായി പഠിച്ചു. 2, നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇത് എല്ലാം കൂട്ടിയിട്ടാണ് ഹാനിബാൾ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. ഹാനിബാൾ ആക്രമിച്ചു. 3 യുദ്ധങ്ങളിൽ ഈ റോമൻ സൈന്യത്തെ പാടെ പരാജയപ്പെടുത്തി. റോമൻ ജനത ഞെട്ടിവിറച്ചു എന്നാണ് പറയുന്നത്. റോമൻ സ്ത്രീകൾ ദേവാലയങ്ങളിൽ പോയി കണ്ണുനീരോടെ ദൈവങ്ങളുടെ മുമ്പിൽ കരഞ്ഞു എന്നാണ് പറയുന്നത്, ഹാനിബാളിൽ നിന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞു. അവസാനം ഹാനിബാളിൻ്റെ പരാജയം നെക്സ്റ്റ് ആണ്. അപ്പോൾ ഹാനിബാൾ ഇങ്ങനെ വലിയ വിജയങ്ങളൊക്കെ നേടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പരാജയം ഏറ്റവും ഭീകരമായിരുന്നു. എന്തുകൊണ്ട്? അവിടെ നമ്മൾ ഹാനിബാളിൽ നിന്ന് വിക്ടറി നമ്മൾ പഠിക്കുന്ന ഇക്കാര്യങ്ങൾ: ഒന്ന്, ഹാനിബാൾ പ്രത്യേകം പ്രിപ്പറേഷൻ നടത്തിയിരുന്ന, വർഷങ്ങളോളം നീണ്ടുനിന്ന പ്രിപ്പറേഷൻ, പ്ലാനിങ്. പിന്നെ സ്ട്രെങ്ത്, തൻ്റെ എനിമിയുടെ സ്ട്രെങ്ത് ആണ് കണ്ടുപിടിച്ചത്. ആദ്യം എവിടെയാണ് സ്ട്രെങ്ത് അവിടെ ആക്രമിക്കുക എന്നാണ് കണ്ടുപിടിച്ചത്. പ്ലാനിങ്, സ്ട്രെങ്ത്, പിന്നെ വളരെ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, വളരെ ശക്തമായി ആക്രമിക്കാൻ കഴിവുണ്ടായിരുന്നു, വേണ്ട പഠനങ്ങൾ അതാത് സമയങ്ങൾ വേണ്ട പോലെ അദ്ദേഹം പഠിച്ചിരുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം ആക്രമിച്ചത്. എന്നാൽ പരാജയം ഏറ്റവും വലിയ പരാജയമായിരുന്നു. 3 യുദ്ധങ്ങളിൽ ജയിച്ചെങ്കിലും റോമൻ സൈന്യം അവരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന റോമിയോ സ്കിപ്പിയോ ആഫ്രിക്കാനസ് എന്ന് പറയുന്ന ഒരു മല്ലനെയാണ് ഈ ഹാനിബാളിനെ ആക്രമിക്കാനായിട്ട്, പരാജയപ്പെടുത്താനായിട്ട് നിയോഗിച്ചത് എന്നാണ് പറയുന്നത്. ഇയാൾ ഹാനിബാളിനേക്കാളും വിദഗ്ധനായിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹാനിബാളിന് അതായത് അവിടെ അയാളുടെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അമിതമായ ആവേശം. ഹാനിബാളിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം അമിതമായ ആവേശം. ഈ അമിതമായ ആവേശമാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. ഹാനിബാൾ തുടർന്നുള്ള യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടു. തുടർന്നുള്ള യുദ്ധങ്ങൾ പരാജയപ്പെടുക മാത്രമല്ല, റോമൻ കാടുകളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഒരുപാട് സൈന്യാധിപന്മാരുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞെങ്കിലും അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലേക്ക് വന്നു. ഹാനിബാളിൻ്റെ പരാജയം എവിടെയാണ്?
അമിതമായ ആത്മവിശ്വാസം. അമിതമായ ആത്മവിശ്വാസം. 2, തന്നേക്കാൾ ശക്തരായവരുമായി ഏറ്റുമുട്ടുമ്പോൾ 3 പ്രാവശ്യം പരാജയപ്പെടുത്തി പിന്നെ അവരുമായിട്ട് നമ്മൾ ഒരു ട്രീറ്റി ഉണ്ടാക്കിയായിരുന്നു നല്ലത്. പക്ഷെ അതല്ല ഹാനിബാൾ ചെയ്തത്. ഏറ്റവും വലിയ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്താൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതാണ് ഹാനിബാളിൻ്റെ പരാജയത്തിന് അടുത്ത കാരണമായി തീർന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിദഗ്ധനായ ഭരണാധികാരിയായിരുന്നു സർ വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം 1940 മെയ് 13 ബ്രിട്ടീഷ് പാർലമെന്റിൽ നടത്തിയൊരു പ്രസംഗമുണ്ട്. അത് വളരെ പ്രശസ്തമായൊരു പ്രസംഗമാണ്. സ്വെറ്റ്, ബ്ലഡ്, ടോയിൽ, ടിയേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗം. 2ാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക, അങ്ങേയറ്റം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ബ്രിട്ടീഷ് ആസ്ഥാനങ്ങളെല്ലാം ജർമ്മൻ ബോംബറുകൾ ബോംബ് വീഴ്ത്തിക്കൊണ്ടിരിക്കുക. ബ്രിട്ടൻ കീഴടങ്ങുമെന്ന ഘട്ടത്തിൽ വന്നപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഈ വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗമാണ് ബ്രിട്ടീഷുകാരുടെ ആത്മവിശ്വാസവും ആത്മധൈര്യം വീണ്ടെടുത്തത് എന്ന് പറയുന്നുണ്ട്. പ്രശസ്തനായ CP സ്നോ തൻ്റെ ഒരു ലേഖനത്തിൽ ഇത് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ബ്ലഡ്, ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. ഇനി അതേ ഉള്ളൂ എന്ന്. രക്തവും വിയർപ്പും അധ്വാനവും കണ്ണുനീരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന്. അല്ലെ, ബ്ലഡ് ആൻഡ് സ്വെറ്റ് എന്ന് വേണമെങ്കിലും പറയാം. രക്തവും വിയർപ്പും മാത്രമേ എനിക്ക് തരാനുള്ളൂ. വിക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഈ പ്രസംഗം ഹാനിബാളിൻ്റെതായിരുന്നു. 1940 മെയ് 13 UK പാർലമെന്റിൽ അദ്ദേഹം നടത്തിയ ഈ പ്രസംഗം ഹാനിബാൾ തൻ്റെ സൈന്യത്തോട് നടത്തിയ പ്രസംഗമാണ്. എനിക്ക് ഇനി നിങ്ങളുടെ മുമ്പിൽ തരാനുള്ളത് രക്തവും വിയർപ്പും മാത്രമാണ്. രക്തവും വിയർപ്പും. പിന്നീട് ഒരുപാട് രാജാക്കന്മാർ ഈ രക്തവും വിയർപ്പും എന്നുള്ള രക്തവും ഇരുമ്പും എന്നാക്കി മാറ്റിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതായത് ഇറ്റാലിയൻ യൂണിഫിക്കേഷനിലും ജർമ്മൻ യൂണിഫിക്കേഷനിലും അതിന് നേതൃത്വം കൊടുത്ത വേർഡാണ് ബ്ലഡ് ആൻഡ് അയൺ. ലോകപ്രശസ്തനായ ഷാർലമെയിൻ ചക്രവർത്തിയും ഇതിൽ നിന്ന് എടുത്താണ് വാട്ട് ഈസ് ബ്ലഡ് ആൻഡ് അയൺ, രക്തവും ഇരുമ്പും, അത് രക്തവും വാളും. അപ്പം ഹാനിബാളിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ഒരുക്കങ്ങളോടുകൂടി ചെയ്യുക. 2, ഹാനിബാളിസം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്: അമിതമായ ആത്മവിശ്വാസം വേണ്ട. അമിതമായ ആത്മവിശ്വാസം നമ്മളെ പരാജയത്തിലേക്ക് നയിക്കും. അത് എ ഡിസിസീവ് ഫെയിലർ എന്നാണ് ഹാനിബാളിനെ കുറിച്ച് നമ്മൾ പറയും. 2ാമതായിട്ട് എന്നെ ആകർഷിച്ച മറ്റൊരു വ്യക്തിയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ അടുത്തുണ്ട്. ഞാൻ ഒരുപാട് തവണ സത്യം പറഞ്ഞ ഈ പുസ്തകങ്ങൾ വായിക്കൽ ഭയങ്കര ബോറാണ്, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ. പക്ഷെ ഞാനതിരുന്ന് വായിച്ചു. എന്തിനാണെന്നറിയോ? വല്ലപ്പോഴും വല്ലവരോടൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലും പറയാനുള്ള സൂക്തങ്ങൾ കിട്ടുമല്ലോ. ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം എൻ്റെ കയ്യിലുണ്ട് പുസ്തകം. മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട്. അപ്പോൾ ചാണക്യൻ്റെ അർത്ഥശാസ്ത്രം അത് നിങ്ങൾ സൗകര്യം കിട്ടുമെന്ന് വായിച്ചു നോക്കണം. എനിക്കറിയാം അത് വായിക്കൽ അത്ര സുഖമുള്ളൊരു കാര്യമല്ല, എങ്കിൽ നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. ചാണക്യൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അത് ആറ്റിക്കുറുക്കിയെടുത്താൽ ലോകത്തിന് കിട്ടുന്ന ഏറ്റവും ശക്തമായൊരു മെസ്സേജ് ആയിരിക്കും എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചാണക്യനിസം എന്ന് പറഞ്ഞ് ചാണക്യനെ ഇതിലേക്ക് എടുക്കാൻ കാരണം. വാട്ട് ഈസ് ചാണക്യൻ? ഹു ഈസ് ചാണക്യൻ? ചാണക്യൻ ആരായിരുന്നു? വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്ന ഒരു സന്യാസിയായിരുന്നു. ഒരുപാട് വിദ്യാഭ്യാസം നേടിയ ഒരു സന്യാസി. അദ്ദേഹവും മഗധ ഭരിച്ചിരുന്ന, പാടലീപുത്ര ഭരിച്ചിരുന്ന നന്ദവംശത്തിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ധനനന്ദനും ഒന്നിച്ചാണ് വിദ്യാഭ്യാസം നേടിയത്. 2 പേരും ഒന്നിച്ചാണ് ഗുരുകുലത്തിൽ പഠിച്ചിരുന്നത്. ഇവിടെ നിന്ന് ചാണക്യൻ എന്ന് പറയുന്ന വിഷ്ണുഗുപ്തൻ ഈ പറയുന്ന നമ്മുടെ ധനനന്ദനുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. അവർ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ധനനന്ദൻ, നമ്മളൊക്കെ കോളേജ് കഴിഞ്ഞാൽ അവസാനം പിരിയുന്ന ദിവസം
അദ്ദേഹം ചാണക്യനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, അങ്ങ് എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അങ്ങേ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ രാജഗുരുവായിട്ട് സ്വീകരിക്കും. അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. ഓക്കെ, ചാണക്യൻ അത് കഴിഞ്ഞ് നാട് മുഴുവൻ ചുറ്റാനായി പറഞ്ഞു. അങ്ങനെ ഒരു യുഗം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു പ്രാചീന കാലഘട്ടത്തിൽ. അങ്ങനെ നാട് മുഴുവൻ ചുറ്റി ഒരുപാട് അറിവുകൾ തേടി നടന്നിരുന്ന ഒരു യുഗം. വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ പ്രത്യേകിച്ച് സന്യാസികൾ ഭിക്ഷുക്കളായിട്ട് പോവും. ഭിക്ഷ അവരുടെ പ്രധാന ഭാഗമായിരുന്നു ഭിക്ഷു. അത് ഒരു വീടുകളിൽ ചെന്ന് അവരെ സ്വീകരിക്കുക, അവർക്ക് ഭിക്ഷ നൽകും. എന്തും ചോദിക്കുക അവർക്ക് ഭിക്ഷ. അതുകൊണ്ടാണ് വരരുചി തനിക്ക് സംരക്ഷണം നൽകിയ ആ വീട്ടിലെ പെൺകുട്ടിയെ ഭിക്ഷയായിട്ട് ചോദിച്ചത്. അവളുടെ മക്കളാണല്ലോ നമ്മൾ പറയിവെറ്റ വന്തിരകുലം. വരരുചി എന്ന് പറയുന്ന ബ്രാഹ്മണൻ തനിക്ക് ഭക്ഷണം തന്ന ആ കുടുംബത്തിലെ പെൺകുട്ടി, മിടുക്കിയായ പെൺകുട്ടിയെ ഭിക്ഷയായിട്ട് ചോദിച്ചു. അവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് ഭിക്ഷുവായിട്ട് നാട് മുഴുവൻ നടന്ന് അദ്ദേഹം ഒരിക്കൽ വീണ്ടും ധനനന്ദൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ധനനന്ദനോട് തൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ചോദിച്ചു. ധനനന്ദൻ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല, നാണം കെടുത്തിയാണ് പുറത്തേക്ക് വിട്ടത്. പിന്നെ നിന്നെ പോലെയുള്ള ഒരുത്തനെ ഞാൻ എൻ്റെ രാജഗുരുവായി സ്വീകരിച്ചാൽ എൻ്റെ അവസ്ഥ എന്തായിത്തീരും? അങ്ങനെ ഒരു വാഗ്ദാനം തന്നിട്ടില്ല എന്ന് എന്നെ തുറന്നു പറഞ്ഞു. നാണം കെട്ട് പുറത്തേക്കിറങ്ങിയ വിഷ്ണുഗുപ്തൻ ഒരു ശപഥം ചെയ്തു. നീ ഇരിക്കുന്ന ഈ സിംഹാസനത്തിൽ ഒരു ശൂദ്രനെ ഞാൻ ഇരുത്തും. അതിന് പ്രത്യേകതയുണ്ടായിരുന്നു. പ്രാചീന ഇന്ത്യയിലെ ഒരു വിശ്വാസം അനുസരിച്ച് ചന്ദ്രവംശത്തിലോ സൂര്യവംശത്തിലോ പെട്ട ആൾക്ക് ചക്രവർത്തിയാവാൻ പറ്റുള്ളൂ. ശൂദ്രൻ ഒരിക്കലും ചക്രവർത്തിയാവില്ല. അതിനുള്ള പ്രതികാരമായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ. ഈ ചന്ദ്രഗുപ്ത മൗര്യന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം മയൂരവംശത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ശൂദ്രനാണ്. ചാണക്യൻ ഒരിക്കൽ ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികളിരുന്ന് രാജാവ് കളിക്കുന്നുണ്ട്. അതിൽ രാജാവായിരുന്ന ആളുടെ ആ ഗാംഭീര്യത, അവൻ്റെ ആ ഡിഗ്നിറ്റി കണ്ടപ്പോൾ ചാണക്യൻ അവനെ കൂടെ കൂട്ടി. ഒരു സാധാരണ ഞങ്ങളൊക്കെ അധ്യാപകരായിരുന്നു. ഏറ്റവും മിടുക്കരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള എനിക്ക്. മണ്ടന്മാരെ പഠിപ്പിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ സംസ്കാരത്തിൽ ഏറ്റവും താണവർഗമായ ശൂദ്രവംശത്തിൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളെ പഠിപ്പിച്ച് ചക്രവർത്തിയാക്കി മാറ്റി. അതാണ് ചാണക്യനെ ബഹുമാനിക്കാനുള്ള ഒരു കാരണം. അവന് വേണ്ട വിദ്യാഭ്യാസം നോക്കി, എല്ലാ വിദ്യാഭ്യാസം. തത്വശാസ്ത്രം പഠിപ്പിച്ചു, പിന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ ചക്രവർത്തിയാക്കിയ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും കഴിവുള്ള അധ്യാപകനാണ് ചാണക്യൻ. ഞാൻ ചാണക്യസത്തിലേക്ക് വരിക. ഈ ചാണക്യൻ എഴുതി തൻ്റെ ഒരു ശിഷ്യനെ പഠിപ്പിച്ച് ചക്രവർത്തിയാക്കി. പിന്നെ അവന് വേണ്ടി ഒരു പുസ്തകം എഴുതി കൊടുത്തു. ഇതല്ലേ ഒരു അധ്യാപകന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. പക്ഷെ അതല്ല ചാണക്യനിസം. ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്ന 7 കാര്യങ്ങളുണ്ട്. അത് വളരെ അർത്ഥവത്വവും വളരെ ഗുണകരവും നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാണ്, 7 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്നത്. പരാജയത്തിൽ നിന്ന് പഠിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. പരാജയത്തിൽ നിന്ന് പഠിക്കാനാണ്. നമുക്കൊന്നറിയാം, ഈ ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യനെ വിദഗ്ധനാക്കി മാറ്റിയ ചെറിയൊരു സൈന്യവുമായി ആദ്യം ചെന്ന് ധനനന്ദനെ ആക്രമിച്ചു. അതിൽ പരാജയപ്പെട്ട് പിൻവാങ്ങി. അവർ പരാജയപ്പെട്ട കാടുകളിലേക്ക് പിൻവാങ്ങി. അങ്ങനെ ചാണക്യൻ വീണ്ടും നാട്ടിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ അമ്മ ഒരു മകന് അപ്പം ചുട്ടു കൊടുത്തിരിക്കുക. മകൻ അതിൻ്റെ മധ്യത്തിൽ നിന്ന് തിന്നപ്പോൾ അവൻ്റെ നാവ് പൊള്ളി. അപ്പോൾ അമ്മ പറയാം, മോനെ അരികിൽ നിന്ന് തിന്നു തുടങ്ങുക, അപ്പം മധ്യത്തിലെത്തുമ്പോൾ തണുക്കും. ഈ ഒരു കാര്യമാണ് ചാണക്യനെ കേട്ടത്. ചാണക്യൻ ഉടനെ തന്നെ ഓടി തൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നമുക്കാദ്യം അരികിൽ നിന്ന് ആക്രമിക്കാം. നമ്മളിപ്പോൾ ചെയ്ത് നേരെ പാടലിപുത്രത്തിൽ ചെല്ലുക, അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ അതിർത്തിയിൽ ആക്രമിച്ചു തുടങ്ങാം എന്ന് പറയാണ്. അതിർത്തിയിൽ ആക്രമിച്ചു തുടങ്ങി പാടലിപുത്രം ആക്രമിച്ച് കീഴടക്കി ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാക്കി അവിടെ. അപ്പം ചാണക്യൻ നമ്മളെ പഠിപ്പിക്കുന്ന പരാജയത്തിൽ നിന്ന് പഠിക്കാനാണ് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചത്.
ഓരോ വ്യക്തിയുടെയും പരാജയം ഒന്ന് ഇരുത്തി ചിന്തിച്ച് പഠിക്കാനുള്ളത് എന്തോ ഉണ്ട്, അതിൽ നിന്ന് പഠിക്കാൻ പറയാണ്. 2, അദ്ദേഹം പറയുന്ന പ്ലാനിങ്. പ്ലാൻ യുവർ ആക്ഷൻ കെയർഫുള്ളി എന്ന് അദ്ദേഹം തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. പ്ലാൻ യുവർ ആക്ഷൻ കെയർഫുള്ളി. ഓരോ ആക്ഷനും എന്ത് ചെറിയ പദ്ധതി ഉണ്ടാക്കിയാലും അതിനൊരു പ്ലാനിങ് വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ വിദഗ്ധമായ പ്ലാനിങ്. ഈ വളരെ വിദഗ്ധമായ പ്ലാനിങ് ആണ് മുദ്രാരാക്ഷസം എന്ന നാടകത്തിൽ പറഞ്ഞിരിക്കുന്നത്. മുദ്രാരാക്ഷസം എന്ന നാടകം ചാണക്യനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ചും എഴുതിയ 2-ാം നൂറ്റാണ്ടിൽ എഴുതിയ പ്രശസ്തമായ ഒരു കൊച്ചു നാടകമാണ് മുദ്രാരാക്ഷസം. നമുക്കതിലേക്ക് വരാം. അപ്പം അദ്ദേഹം പറഞ്ഞു ഓരോ കാര്യത്തിലും പ്ലാനിങ് വേണം. എന്ത് ചെറിയ കാര്യമായാലും ശരി പ്ലാനിങ്ങോടുകൂടി അവതരിപ്പിച്ചാലേ വിജയിക്കുള്ളൂ എന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചു. 3-ാമതായിട്ട് ഈസ് വെരി ഫേമസ് ഫോർ ഹിസ് ടൈം മാനേജ്മെൻറ്റ്. പ്രശസ്തനായിരുന്നു. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് 2-ാം നൂറ്റാണ്ട് BC 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം ചിന്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. BC-യിൽ തന്നെ ക്രിസ്തുവിന് മുമ്പ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് വ്യക്തമായി അദ്ദേഹത്തിന് ചില പ്ലാനിങ്ങൾ അത് എഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒന്ന്, അദ്ദേഹത്തിൻ്റെ ടൈം മാനേജ്മെൻറ്റ്. വാട്ട് ഈസ് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ടൈം ഈസ് മോർ പ്രിഷ്യസ് ദാൻ മണി എന്നുള്ള ആ സിദ്ധാന്തം ചാണക്യൻ്റെ. ടൈം ഈസ് മോർ പ്രിഷ്യസ് ദാൻ മണി. ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് നാളെ നിങ്ങൾക്ക് ഗുണകരമാവും. 1 മിനിറ്റ് പോലും വെറുതെ കളയരുത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ റൂള് അത് അദ്ദേഹം തൻ്റെ ശിഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹാന്മാരായ ചക്രവർത്തിമാരിൽ ഒരാളായിട്ട് ചന്ദ്രഗുപ്ത മൗര്യൻ മാറിയത്. ചാണക്യസിത്തിലെ 3-ാമത്തെ പാഠം ആണിത്. നമ്മൾ പറഞ്ഞ ടൈം ഈസ് മോർ പ്രിഷ്യസ് ദാൻ മണി. പിന്നീട് അദ്ദേഹം പറയുന്നത് ഹോണസ്റ്റി, സത്യസന്ധത പാലിക്കണം എന്നുള്ളത്. അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നത് സത്യസന്ധനായിരിക്കണം. ഏതൊരു കാര്യത്തിലും ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കണം. അത് ആണ് പിന്നീട് വന്ന പല ചക്രവർത്തിമാരും, അശോക ദ ഗ്രേറ്റ്, എന്നാൽ പിന്നീട് വന്നവർക്ക് പരാജയം സംഭവിച്ചത് ഈ സത്യസന്ധത ഇല്ലാത്തവണ്ണം. മൗര്യ സാമ്രാജ്യം തകർന്നു പോയത് ഈ ആത്മാർത്ഥതയും സത്യസന്ധതയും നഷ്ടപ്പെട്ടുകൊണ്ടാണ്. ചാണക്യൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മറ്റ് ഒന്ന് ഇതാണ്. ഏത്? അനദർ വൺ, ലേസിനെസ്. മടി ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവരുത്. എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കണം. അതിരാവിലെ ഉണർന്നിരുന്ന വ്യക്തി അയാൾ പറയുന്ന, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഏറ്റവും നമ്മളെ ഇന്ത്യക്കാരെപ്പോൾ ഉണർന്നിരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിത് പല വീടുകളും പോകുമ്പോൾ പിള്ളേർ 8 മണി 9 മണി വരെ കടന്നുറങ്ങുന്നുണ്ട്. അവർ ഉണർന്നിരുന്നത് 3 മണിക്കാണ്. ഇന്ത്യൻ ടൈം അല്ലെ IST, ഈ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് പണ്ട് മനുഷ്യർ ഉണർന്നിരുന്നതെന്നാണ് പറയുന്നത്. ലോക പ്രശസ്തനായ ബാക്ക് പാക്ട് സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം നേരെ പോയത് തക്ഷശില, നളന്ദ എന്ന ഈ 2 യൂണിവേഴ്സിറ്റികളിലേക്കാണ്. യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയത് പറഞ്ഞ് അവിടുത്തെ കുട്ടികൾ അതിരാവിലെ ഉണർന്ന് തണുപ്പത്ത് പോയി നദിയിൽ കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് അസഹനീയമായൊരു കാഴ്ചയായിരുന്നു എന്നാണ്. നമുക്കറിയാം നളന്ദൻ തക്ഷശില എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ നല്ല തണുപ്പാണ്. പക്ഷെ അതിരാവിലെ അവർ എഴുന്നേറ്റ് പോയി മുങ്ങി കുളിച്ച് ഈറനണിഞ്ഞ് വന്ന് പഠിക്കുമായിരുന്നു. അദ്ദേഹം പറയുകയാണ് ഇറ്റ് ഈസ് വളരെ അസഹനീയമായൊരു കാര്യമായിരുന്നു. കാര്യം ആ സമയത്ത് അവർ പഠിച്ചിരുന്നു. അതായിരുന്നു പഠിക്കാൻ പറ്റിയ ടൈം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ചാണക്യൻ ആ സമയത്ത് എഴുന്നേറ്റ് അദ്ദേഹം മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ആ സമയം മുതൽ അത് എപ്പോഴും ഹാർഡ് വർക്കായിരിക്കും. പുതിയ പുതിയ പഠനങ്ങൾ പഠിക്കുന്നു, വായിക്കുന്നു. അന്നത്തെ കാലത്ത് വായിക്കാനുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്കറിയാം. അതൊക്കെ അദ്ദേഹം പഠിക്കും.
മനസ്സിലാക്കും, മറ്റുള്ളവരിൽ നിന്ന് മനസ്സിലാക്കും. അങ്ങനെ അദ്ദേഹം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഉപദേശം സക്സസ് ഈസ് ദ റിസൾട്ട് ഓഫ് ഹാർഡ് വർക്ക് എന്നുള്ളത്. ഏറ്റവും പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഇസത്തിലെ ഒരു റൂൾ എന്താണെന്ന് പറയും, ചൂസ് യുവർ കമ്പനി വൈസ്ലി. സൗഹൃദം വളരെ ശ്രദ്ധയോടുകൂടി ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം തിരഞ്ഞെടുക്കണം. ഇവരെയൊന്നും നിങ്ങൾ സുഹൃത്തുക്കളാക്കരുത്. വളരെ യുക്തിപൂർവ്വം സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ നാടകം ഉണ്ടല്ലോ, പേര് മുദ്രാരാക്ഷസം. മുദ്രാരാക്ഷസം എന്ന് പറഞ്ഞ നാടകത്തെ പറയുന്ന ഇതാണ്. ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് രാജാവായതിനു ശേഷം നമ്മുടെ ചാണക്യൻ പിരിയാണ്, അവിടുന്ന് പോവാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന് പറ്റിയ ഒരു പ്രധാനമന്ത്രി വേണം. ഇതുവരെയും ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രി ചാണക്യനായിരുന്നു. പക്ഷെ ചാണക്യൻ അതിന് കണ്ടുപിടിച്ച വിദ്യ എന്താണെന്ന് അറിയാം. നന്ദവംശം, അതായത് താൻ കീഴടക്കിയ, താൻ ശത്രുവാക്കി മാറ്റിയ ധനനന്ദൻ്റെ മന്ത്രിയായിരുന്ന അമാത്യ രാക്ഷസൻ, മിടുക്കനായ മന്ത്രി. ആ മന്ത്രിയായിരുന്നു ധനനന്ദൻ്റെ വിജയം. ആ മന്ത്രിയെ എന്താക്കണം? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ മന്ത്രിയാക്കി മാറ്റണം. കാരണം അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരുന്നു ഈ നാടകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ധനനന്ദൻ്റെ മന്ത്രിയെ ചാണക്യൻ നമ്മുടെ ചന്ദ്രഗുപ്തന് കൂട്ടായിട്ട് നൽകിയിട്ടാണ് പോകുന്നത്, വനവാസത്തിന് പോകുന്നത്. അതായത് നമ്മുടെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അദ്ദേഹം പറയണ സൗഹൃദങ്ങൾ, കമ്പനി, ഫ്രണ്ട്സ് വിൽ ഇൻഫ്ലുവൻസ് യുവർ തോട്ട്സ് ആൻഡ് ബിഹേവിയർ. സൗഹൃദങ്ങളായിരിക്കും ഒരു വ്യക്തിയുടെ ചിന്തകളെയും അയാളുടെ പെരുമാറ്റത്തെയും അയാളുടെ സ്വഭാവത്തെയും ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാൻ ശ്രമിക്കുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക എന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇസം. മറ്റൊരു ഇസമാണ് ലേൺ ഫ്രം മിസ്റ്റേക്സ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേറെ അവസാനമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഡോണ്ട് റിലൈ ഓൺ ലക്ക്. ഭാഗ്യത്തിൽ ആരും ആശ്രയിക്കരുത്. എല്ലാം ഭാഗ്യം പോലെ നടക്കുന്നു എന്നാണ്. ഭാഗ്യത്തിൽ ആരും ആശ്രയിക്കരുത്. ഭാഗ്യമല്ല വലുത്, നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിരുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഫലമാണ് വലുത് എന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ ചാണക്യനിസത്തിലൂടെ നമ്മൾ ഇതാ പഠിക്കുന്നത്. ചാണക്യൻ ലോകത്തിന് നൽകിയ ഇസം. ചാണക്യൻ പരാജയപ്പെടാനൊരു കാരണമുണ്ട്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം എടുത്ത് ചാടി ആദ്യം തന്നെ പാടലീപുത്രം എന്ന ആ നഗരം ആക്രമിക്കാൻ പോയി. കാരണം തൻ്റെ ശിഷ്യനിലും തന്നിലും ഉള്ള ആ വലിയ വിശ്വാസമായിരുന്നു അതിന് കാരണം. വലിയൊരു സൈന്യവുമായിട്ട്, ഏകദേശം 5000-ഓളം വരുന്ന സൈന്യവുമായിട്ട് പാടലിപുത്രൻ നഗരം ആക്രമിക്കാൻ പോയി. ധനനന്ദൻ അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈന്യമുള്ളൊരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം പാടെ പരാജയപ്പെടുത്തി. അപ്പം രണ്ടാമതായിട്ട് അദ്ദേഹം പഠിച്ചൊരു പാഠമാണ് അതിർത്തിയിൽ നിന്ന് ആക്രമിച്ചു തുടങ്ങുക. നമ്മൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന അരികിൽ നിന്ന് കഴിക്കാൻ പറയുമല്ലോ, മധ്യത്തിൽ നിന്നല്ലല്ലോ, അരികിൽ നിന്ന് കഴിക്കാൻ പറയും. അതിൽ നിന്ന് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ചൊരു പാഠം അതാണ്. അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം ഇതായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ടൈം മാനേജ്മെൻറ്റ് ആദ്യം ലോകത്തെ പഠിപ്പിച്ചൊരു വ്യക്തി അദ്ദേഹമാണ്. അവരെ ചൂസ് യുവർ ഫ്രണ്ട്സ് എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരാൾ അദ്ദേഹമാണ്. ഇതൊക്കെയാണ് അതിലേറെ ചാണക്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. പ്ലാനിങ് ആൻഡ് ലേണിംഗ്, ഇത് രണ്ടും ചാണക്യൻ നമ്മളെ പഠിപ്പിച്ച ഒന്നാണ്. പ്ലാനിങ് ആൻഡ് ലേണിംഗ്, അതാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം പറയുന്നതാണ്. ആ പുസ്തകം നിങ്ങളൊന്ന് വായിച്ചു. ആ കാലഘട്ടത്തിലെ പല റൂൾസ് ആണെങ്കിൽ പോലും അതിലൂടെ ഒരുപാട് സത്യങ്ങളും ഒരുപാട് മെസ്സേജുകളും ലോകത്തിന് അദ്ദേഹം നൽകുന്നുണ്ട്. ചൂസ് യുവർ കമ്പനി, അതെന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു. ലോകപ്രശസ്തനായ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് ഇന്ത്യൻ മാക്യുവെല്ലി എന്നാണ്. മാക്യുവെല്ലിയുടെ ദ പ്രിൻസ് അതാ പറയുന്നത്. മാക്യുവെല്ലിയുടെ ദ പ്രിൻസ് എന്നാണ് പറയുന്നത്. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചക്രവർത്തികൾ പലരും അവർ വളരെ വിദഗ്ധമായ സുഹൃത്തുക്കളെ
അതായത് മാക്യുവലി പറയുന്ന പ്രിൻസ് ആണെങ്കിൽ പ്രിൻസിനെ പോലുള്ള കൂട്ടുകാർ വേണം, അല്ലാതെ വേറെ ആരെയും കൂട്ടുകാരാക്കരുത് എന്നാണ്. രാജാവ് ചന്ദ്രനാണെങ്കിൽ ചുറ്റും നക്ഷത്രങ്ങളെപ്പോലെ പ്രഭുക്കന്മാർ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലൂയി 14 ഒരുങ്ങി പുറത്തേക്ക് വരുമ്പോൾ 6 or 7 പ്രഭുകുമാരന്മാർ ചുറ്റും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് അവരുടെ പ്രത്യേകതയായിരുന്നു. നല്ല കൂട്ടുകാരെ കണ്ടുപിടിക്കുക. ചാണക്യനും അതാണ് നമ്മളോട് പറയുന്നത്. നമുക്ക് പറ്റിയ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം. ആ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും നിയന്ത്രിക്കും. രണ്ടാമത്തെ വ്യക്തി ചാണക്യനിസം, ചാണക്യൻ്റെ ഈസം ഒരുപാട് എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് ഞാൻ എടുത്തത് ലോകപ്രശസ്തനായ നെപ്പോളിയനെയാണ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ചക്രവർത്തിയായിരുന്നു. പരാജയത്തിൻ്റെയും വിജയത്തിൻ്റെയും ചക്രവർത്തി എന്ന് പറയാം നെപ്പോളിയൻ. എന്തുകൊണ്ടാണ് നെപ്പോളിയനെ എടുത്തതെന്ന് പറയുമ്പോൾ വളരെ താണ ലെവലിൽ നിന്നാണ് നെപ്പോളിയൻ വരുന്നത്. വളരെ താണ ലെവലിന്. സത്യത്തിൽ ആ കാലഘട്ടത്തെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പട്ടിണിയും പരിവട്ടവും ഉണ്ടായിരുന്ന ഫ്രാൻസാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഫ്രാൻസ് അതിമനോഹരമാണെന്ന് നമുക്ക് തോന്നും, പാരീസ് എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ യഥാർത്ഥത്തിൽ വിപ്ലവകാലത്തെ ജനങ്ങൾ പട്ടിണിയായിരുന്നു. ഈ ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് അദ്ദേഹം വന്നത് എന്ന് കണക്കാക്കുക. കാരണം നമ്മൾ കേട്ട ലൂയി 16 ഭാര്യ, ജനങ്ങൾ തടിച്ചുകൂടി ബ്രെഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ കേക്ക് ഉണ്ടാക്കി തിന്നോളാൻ പറഞ്ഞ ചക്രവർത്തിനിയായിരുന്നു. കാരണം ബ്രെഡിനുള്ള മാവ് പോലും ഇല്ലാത്ത കുടുംബങ്ങളായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്, ബോണപ്പാർട്ട് ജനിച്ചത്. പക്ഷെ തൻ്റെ കഴിവുകൊണ്ടാണ് അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിലെത്തിയത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു കഥയുണ്ട്. അദ്ദേഹം പുറത്താക്കപ്പെട്ടു, സൈന്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. സൈന്യത്തിൽ നിന്ന് വരുമാനമാണ് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തിരുന്നത്. ഇപ്പോൾ വരുമാനമൊന്നുമില്ല, കുടുംബം പട്ടിണിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അവസാന ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു. ഒരിക്കൽ അദ്ദേഹം ഒരു പാർക്കിലിരുന്ന് നീ മരിച്ചു കളയാൻ, കാരണം അമ്മയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പോലും തൻ്റെ കയ്യിൽ പണമില്ല, സഹോദരങ്ങൾ അവരുണ്ട് എന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു ജനറൽ കടന്നു വന്നിട്ട് ബോണപ്പാർട്ടിനെ അഭിവാദ്യം ചെയ്ത് വണങ്ങുകയാണ്. അദ്ദേഹം നെപ്പോളിയൻ അന്തം വിട്ടു. അപ്പം നെപ്പോളിയൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ആളാണ്, ഇപ്പം ജനറലാണ്. നെപ്പോളിയനും അദ്ദേഹം തമ്മിൽ സംസാരിക്കുക. നെപ്പോളിയൻ്റെ അവസ്ഥ കണ്ട അയാൾക്ക് ദയ തോന്നിയിട്ട് തൻ്റെ ബട്ടൺ മുറിച്ച് കൊടുക്കുകയാണ്. സ്വർണം കൊണ്ടാണ്. അക്കാലത്ത് ജനറൽമാരൊക്കെ നല്ല ഡ്രസ്സ് ഇടും, അവരെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് റോട്ടിലൂടെ നടക്കുക. വില കൂടിയ ആ ബട്ടൺ നെപ്പോളിയന് കൊടുക്കുകയാണ്. നെപ്പോളിയൻ അത് വിറ്റുവെന്നും 60 ഫ്രാങ്ക് ലഭിച്ചുവെന്നും അതുകൊണ്ട് 3 മാസം കുടുംബം സന്തുഷ്ടമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവിടെ നിന്നാണ് ജോസഫൈനെ വിവാഹം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സൈന്യത്തിലെടുത്ത നെപ്പോളിയനോട് ഇറ്റലി ആക്രമിക്കാനാണ് പറഞ്ഞത്. ഇറ്റലി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ഫ്രഞ്ച് സൈന്യം പട്ടിണിയാണ്, ശരിക്കുള്ള ഫുഡ് പോലും ഇല്ല അവിടെ. ഈ ഒരു സൈന്യത്തെയും കൊണ്ട് വേണം ഇവിടെ ഇറ്റലി ആക്രമിക്കാൻ പോകുന്നത്. നെപ്പോളിയൻ വളരെ വിദഗ്ധമായി ഇറ്റലി ആക്രമിച്ചു. അതിനെക്കുറിച്ചൊരു കഥയുണ്ട്. നെപ്പോളിയൻ സൈന്യവുമായി ചേർന്ന ഒരു കുന്നിൻ മുകളിൽ പോയി നിന്നു. എന്നിട്ട് താഴേക്ക് നോക്കിക്കൊണ്ട് ഓരോ ദിവസവും പറയും, നിങ്ങൾ അങ്ങോട്ട് നോക്കി, മനോഹരമായ സാജീന്യ സമതലത്തിൽ ആ വിരിഞ്ഞു നിൽക്കുന്ന മുന്തിരിച്ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈൻ നമുക്കുള്ളതാണ്. അവിടെ സ്ത്രീകൾ വളർത്തുന്ന ടർക്കി കോഴികളുടെ ടേസ്റ്റുള്ള ഇറച്ചി നാളെ നമുക്കുള്ളതാണ് എന്നാണ് പറഞ്ഞത്. ഓരോ ദിവസവും ഇങ്ങനെ പറയും. വളരെ വില കുറഞ്ഞ ഭക്ഷണം കൊണ്ട്, ബ്രെഡ് കൊണ്ട് ജീവിക്കുന്ന ഈ പട്ടാളക്കാരോടാണ് ഇത് പറയുന്നത്. അവരാവേശം കൊണ്ട് ഓരോ ദിവസം ഇത് പറയുകയല്ലാതെ ആക്രമിക്കുന്നില്ല. അവസാനമാണ് നെപ്പോളിയൻ ആക്രമിച്ച് ആവേശത്തോടെ സൈന്യം ആ ചതുപ്പ് നിറഞ്ഞ ആ സാജീന്യൻ സമതലങ്ങളിലൂടെ ചെന്ന് ഇറ്റലി കീഴടക്കി. തിരിച്ചു വന്ന നെപ്പോളിയനെ ചക്രവർത്തിയാക്കി. അവിടെ നിൽക്കട്ടെ, നെപ്പോളിയൻ നമുക്ക് ഒരുപാട് കൊട്ടേഷനുകൾ തരുന്നുണ്ട്. നെപ്പോളിയൻസ് കൊട്ടേഷൻ
വളരെ പ്രധാനപ്പെട്ട കുറേ കൊട്ടേഷൻസ് ഉണ്ട് നെപ്പോളിയൻ. ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുകയും എഴുതി വെക്കുകയും ചെയ്യുന്ന നെപ്പോളിയൻ്റെ കൊട്ടേഷൻസ് ഉണ്ട്. ലോക പ്രശസ്തമാണ്. പക്ഷേ ഗ്രേറ്റ് അംബിഷൻ ഈസ് ദ ക്യാരക്ടർ ഓഫ് എ ഗ്രേറ്റ് ലീഡർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെയാണ്. നമുക്കറിയാമല്ലോ. ഇതൊക്കെ ഒരുപാട് നല്ല കൊട്ടേഷനുകളൊക്കെ നെപ്പോളിയൻ്റെ ഉണ്ടെങ്കിലും നെപ്പോളിയൻ ഒരു പരാജയമായിരുന്നു. എന്താണ് നെപ്പോളിയൻ്റെ പരാജയപ്പെടാനുള്ള കാരണം നമുക്ക് നോക്കാം. നെപ്പോളിയൻ വലിയ വിജയങ്ങളൊക്കെ നേടി. നെപ്പോളിയൻ്റെ പ്രത്യേകത, നെപ്പോളിയനിസത്തിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് നോക്കാം. അത് ഏറ്റവും പ്രധാനമായിട്ട് നെപ്പോളിയനിസത്തിൻ്റെ പ്രത്യേകത ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക്. നെപ്പോളിയൻ എപ്പോഴും പ്രവർത്തന നിരതനായിരുന്നു. 2, നെപ്പോളിയന് തൻ്റെ സ്കില്ലിൽ വലിയ അഭിമാനം ഉണ്ടായിരുന്നു. എന്നെ കൊണ്ടതിന് കഴിയും എന്നുള്ളത്. അതുകൊണ്ടാണ് നെപ്പോളിയൻ പറയുന്നത് ബിലീവ് യു ക്യാൻ ആൻഡ് യു ആർ ഹാഫ് വേ ദർ. നിങ്ങൾക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾ പകുതി വഴിക്കെത്തി എന്ന് പറയാൻ കാരണം എനിക്കതിന് കഴിയും എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ്. നെപ്പോളിയൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഇറ്റലിയിൽ ചെന്നിട്ട് ആക്രമിച്ച് അവിടെ അതിമനോഹരമായ കുറേ ചിത്രങ്ങളുണ്ട്, അത് എടുത്തുകൊണ്ട് വരണമെന്നായിരുന്നു. അവൻ നെപ്പോളിയനെ ഇറ്റലി ആക്രമിച്ചപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പ്രശസ്തരായ ചിത്രകാരന്മാരുടെ ചിത്രം മുഴുവൻ എടുത്തുകൊണ്ട് വന്നു. ആക്രമിക്കുമ്പോൾ അത് കൊണ്ടുവരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അദ്ദേഹം നേടി എന്നാണ് പറയുന്നത്. അതിലേറ്റവും മനോഹരമായ ഒരു ദ ഫീസ്റ്റ് ഓഫ് കാന എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ചിത്രം പട്ടാളക്കാർ മുറിച്ചു. വലിയ ചിത്രമായിരുന്നു, വലിയൊരു ഫ്രസ്കോ പോലെയുള്ള ചിത്രമായിരുന്നു. പക്ഷെ അത് മുറിച്ചു. അതുകൊണ്ട് ആ ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. ഫ്രാൻസിൽ കൊണ്ടുപോയി അത് തുന്നിക്കൂട്ടി ലൂവർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ആ ചിത്രത്തിൻ്റെ തനിമ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് നമ്മളതല്ല പറഞ്ഞു വരുന്നത്. നെപ്പോളിയൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വിജയിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സംടൈം എപ്പോഴെങ്കിലും ലഭിക്കുന്ന ഒരു സൗണ്ട് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു വിജയിക്കുക എന്നുള്ളത് എപ്പോഴെങ്കിലും സംഭവിക്കുന്ന കാര്യമല്ല, എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ഡു ടുഡേ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ഭാവി നിശ്ചയിക്കുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻസ് ആണ്, ഒരുപാട് വിജയം നൽകുന്ന കൊട്ടേഷൻസ് ആണ്. പക്ഷേ നെപ്പോളിയൻ എത്രമാത്രം വിജയിച്ചു അത്രമാത്രം പരാജയപ്പെട്ട വ്യക്തിയും കൂടി. അതുപോലെ ഒരു പരാജയം ഉണ്ടായ വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടത്? ഒറ്റ വാക്കിൽ. 1, അമിതാവേശമായിരുന്നു. 2, ലെപ്സിക് വാറിൽ പരാജയപ്പെട്ട അധികം താമസിയാൻ മുൻപ് ഒരു വാട്ടർലൂവിന് പോയ മനുഷ്യനാണ്. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. അല്ലേ? എന്തും മനുഷ്യനെ നമ്മൾ പഠിപ്പിക്കുന്നത് കാത്തിരുന്ന് കാണുക എന്നാണ്. അദ്ദേഹം കാത്തിരിക്കാൻ തയ്യാറായില്ല. അമിതമായ ആത്മവിശ്വാസമായിരുന്നു. 2, തന്നേക്കാൾ വലിയുള്ളവരോട് ട്രീറ്റ് അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നല്ല ബന്ധങ്ങൾ, തന്നേക്കാൾ ശക്തരായവരോട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ അത് അദ്ദേഹം ശ്രമിച്ചില്ല. 3, ഇത്തിരി സംശയരോഗം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സത്യമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും സംശയരോഗം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2ാമത് വിവാഹം കഴിഞ്ഞ ഓസ്ട്രിയൻ രാജകുമാരിയായ തൻ്റെ ഭാര്യയും തൻ്റെ സഹോദരനായ ജോസഫ് ആയിട്ട് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സംശയിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിനൊരു കാരണമായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇത്തിരി അഹങ്കാരവും കൂടുതലായിരുന്നു. എല്ലാം കീഴടക്കി കഴിഞ്ഞപ്പോൾ നെപ്പോളിയൻ അഹങ്കാരം ഇത്തിരി വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പരാജയത്തിന് കാരണമായിരുന്നു. അപ്പം ഒരു കാര്യം നമ്മൾ ഇവരിൽ നിന്ന് പഠിക്കുക, നെപ്പോളിയനിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ഇതാണ്: അഹങ്കാരം പാടില്ല. നെപ്പോളിയനിസം നമുക്ക് തരുന്നതിന് ഒരുപാട് കൊട്ടേഷനൊക്കെ ഉണ്ടെങ്കിലും നെപ്പോളിയൻ്റെ പരാജയം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്ന് ഇതാണ്: അഹങ്കാരം, അമിതമായ അഹങ്കാരം. നെപ്പോളിയൻ തനിക്ക് കിരീടം ധരിപ്പിക്കാനായി റോമിൽ നിന്ന് പോപ്പിനെ തട്ടിക്കൊണ്ടുവന്ന്
കിരീടം ധരിപ്പിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റം നിന്നുകൊണ്ടാണ്. നല്ലൊരു ഭക്തനായിരുന്നെങ്കിലും അഹങ്കാരം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേര് ഞാൻ പറഞ്ഞു. 4-മതായിട്ട് ഞാൻ രാവിലെ പല്ല് തേക്കാൻ എടുക്കുന്ന പേസ്റ്റ് കോൾഗേറ്റാണ്. വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിൽ കോൾഗേറ്റാണ്. ചെറുപ്പം മുതലേ ഞാൻ കോൾഗേറ്റാണ് കാണുന്നത്. അപ്പം ഞാൻ ഈ കോൾഗേറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു കഥാപാത്രമുണ്ട്, വില്യം കോൾഗേറ്റ്. ആരാണ് വില്യം കോൾഗേറ്റ്? ഈ വില്യം കോൾഗേറ്റ് ആണ് കോൾഗേറ്റിൻ്റെ ഉടമ. അതുകൊണ്ട് ഞാൻ ഈ ഈസത്തെ കോൾഗേറ്റിസം എന്നാണ് പറയുന്നത്. 19-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബ്രിട്ടനിലാണ് ജനിച്ചത്. കോൾഗേറ്റ് ബ്രിട്ടനിലാണ് ജനിച്ചത് എന്ന് പറയാം. 1798 ബ്രിട്ടനിൽ ജനിച്ചത്. പക്ഷെ അവർ ബ്രിട്ടനിൽ അമേരിക്കയിലേക്ക് കൂടുതൽ സാഹചര്യങ്ങൾ തേടിയാണ് അമേരിക്കയിലേക്ക് വന്നത്. അമേരിക്കയിൽ നടത്തിയ ബിസിനസ് മുഴുവൻ പൊളിഞ്ഞു. ഒരു ബിസിനസ്സിൽ അവർ 19-ാമത്തെ വയസ്സിൽ ഈ കോൾഗേറ്റിനെ കുറിച്ച് വില്യം കോൾഗേറ്റിൻ്റെ കുടുംബം ബിസിനസ് നടത്തി പൊളിഞ്ഞ കുടുംബം. അവൻ ഇവനോട് പറഞ്ഞ്, അവൻ്റെ അമ്മ പറയണത്, കുറേ മക്കളുണ്ട്, മൂത്തവനാണ് ഇവൻ. ഇവനോട് അവൻ്റെ അമ്മ പറഞ്ഞു, നീ പോയിട്ട് സോപ്പ് കമ്പനി ജോലി ചെയ്യാം, നമ്മുടെ കുടുംബം പുലരണ്ടേ. അപ്പോൾ ഒരു നദി കടന്ന് വേണം സോപ്പ് കമ്പനി പോകാൻ. അപ്പോൾ ബോട്ടിൽ പോകുമ്പോൾ അവൻ്റെ അമ്മ ബോട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഇവനൊന്ന് അപ്പുറത്ത് കടത്തി വിടണം, ഞാൻ എന്തെങ്കിലുമൊക്കെ തരാം, ഞങ്ങൾക്ക് പണമില്ല. ബോട്ട് ഡ്രൈവർക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ലൊരു കുട്ടി. ബോട്ട് ഡ്രൈവർ അയാളുടെ അടുത്ത് നിർത്തിയിട്ടാണ് ഇവനെ, ബോട്ട് ഡ്രൈവറുടെ അടുത്ത് നിർത്തും ഇവനെ, എന്നിട്ടാണ് ഈ നദിക്കപ്പുറത്തേക്ക് കടത്തുന്നത്. അപ്പോൾ ഇവനോട് പറയും, നീ ഒരു സോപ്പ് കമ്പനിയുടെ ഉടമയാവണം, ഇപ്പം നീ സോപ്പിൻ്റെ ഫർണസിൽ ജോലി ചെയ്യാം, നീ ഒരു സോപ്പ് കമ്പനി സ്വന്തമാക്കണം എന്ന് ബോട്ട് ഡ്രൈവർ എപ്പോഴും ഇവനോട് പറയും. അവനെ വലിയ ഇഷ്ടമായിരുന്നു ബോട്ട് ഡ്രൈവർക്ക്, കാരണം നല്ലൊരു പയ്യൻ, നല്ല മിടുക്കൻ. അപ്പോൾ അങ്ങനെ അവൻ 19-ാമത്തെ വയസ്സിൽ ഒരു സോപ്പ് കമ്പനി സ്വന്തമാക്കി. അത് പൊളിഞ്ഞ് പാളീസായി എന്ന് വേണമെങ്കിൽ പറയാം. സാമ്പത്തികമായി തകർന്നു. അവിടുന്നാണ് അദ്ദേഹം വളർന്നു വന്നത്. അതിന് അദ്ദേഹം ചെയ്ത 2 കാര്യങ്ങൾ: 1 കഠിനാധ്വാനം, 2 ദൈവവിശ്വാസം. ഇവിടെയാണ് ഞാൻ കോൾഗേറ്റിനോട് ഏറ്റവും വലിയ എനിക്ക് ആ കോൾഗേറ്റിസം എന്ന് പറയുന്നത്. ദൈവവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട്. അദ്ദേഹം വലിയൊരു ദൈവവിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തരുന്ന, നമ്മൾ ഏത് മതത്തിലാണ് ദൈവവിശ്വാസം നമ്മുടെ ആത്മവിശ്വാസം വളർത്തും, നിലനിൽക്കാനുള്ള അല്ലെ സർവൈവൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കും. ഇയാൾ അതാ ചെയ്തത്. ഇയാൾ തനിക്ക് കിട്ടുന്നതിൻ്റെ 10% ദൈവത്തിന് മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ലോകം കണ്ടിട്ട് ഏറ്റവും വലിയ ഫിലാന്ത്രോപ്പിസ്റ്റ് ആണ് വില്യം കോൾഗേറ്റ്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കോൾഗേറ്റ് പാമോലീവാണ്. നമുക്കറിയാം, കോൾഗേറ്റ് പാമോലീവിൻ്റെ വസ്തുക്കൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും വലിയ സമ്പന്നരിലൊന്നാണ്. പക്ഷേ നമ്മുടെ ഏതെങ്കിലും പോപ്സ് മാഗസിനോ ഒന്നും അത് പറയുന്നില്ല, കാരണം അദ്ദേഹം വലിയൊരു ദൈവവിശ്വാസിയാണ്. കോൾഗേറ്റ് തൻ്റെ 10%, തൻ്റെ വരുമാനത്തിൻ്റെ 10% നല്ല ചാരിറ്റി വർക്കിന് കൊടുക്കുകയാണ്. അതാണ് കോൾഗേറ്റിസം ഞാനൊന്ന് തിരഞ്ഞെടുക്കാൻ കാരണം. വില്യം കോൾഗേറ്റ് വില്യം കോൾഗേറ്റ് നമ്മൾ ഇത്ര പഠിക്കുന്നു, അദ്ദേഹം നല്ലൊരു ദൈവവിശ്വാസിയും നല്ലൊരു കഠിനാധ്വാനിയും. ആ ദൈവവിശ്വാസവും ആത്മവിശ്വാസവും കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ടാക്കിയ കമ്പനിയായിട്ട് മാറിയത്. അതായത് കോൾഗേറ്റ് പാമോലീവ് എന്ന് പറയുന്ന കമ്പനിയുടെ ഓണറായി മാറിയത്. ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഈ 4 പേരെ എടുത്തുള്ളെങ്കിലും ഞാൻ എപ്പോഴും എന്നെ ഏറ്റവും കൂടെ ആകർഷിച്ച ഒരു പുസ്തകമാണ് ഫ്രാൻസിസ് പാർക്ക്മാൻ്റെ ഒറിഗോൺ ട്രെയിൽ എന്നുള്ള ഗ്രന്ഥം. ഫ്രാൻസിസ് പാർക്ക്മാൻ എഴുതിയ ഒറിഗോൺ ട്രെയിൽ പല പ്രാവശ്യം ഞാനത് വായിച്ചിട്ടുണ്ട്. ഒറിഗോൺ ട്രെയിൽ കാരണം ഒരു നോവൽ വായിക്കുന്ന പോലെ മനോഹരമായിരുന്നു അത്. എന്താണ് ഒറിഗോൺ ട്രെയിൽ? ഒറിഗോൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ആമസോൺ വനങ്ങളിലെ ഏറ്റവും ദുർഘടമായ വനമാണ്. ഫ്രാൻസിസ് പാർക്ക്മാന് ഇത് ക്രോസ് ചെയ്ത കഥയാണ് ഈ ഒറിഗോൺ ട്രെയിലിൽ പറയുന്നത്.
ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫ്രാൻസിസ് പാർക്ക്മാൻ ആരാണെന്ന് അറിയാൻ വലിയ ആഗ്രഹം തോന്നി. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. ഞാൻ പനി പിടിച്ചൊക്കെ കിടക്കുമ്പോൾ വെറുതെ ഇത് വായിച്ചുകൊണ്ടിരിക്കും. വലിയ ആവേശം നൽകുന്ന, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രാകഥയാണ്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രാകഥയാണ് ഒറിഗോൺ ട്രെയിൽ. ഫ്രാൻസിസ് പാർക്ക്മാൻ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ് ഇംഗ്ലണ്ടിൽ. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പ്രീസ്റ്റായിരുന്നു. ഇപ്പോൾ പ്രീസ്റ്റ് കുടുംബമാണ് അവർ. ബ്രിട്ടീഷ് രാജകുടുംബമായിട്ട് അവർക്ക് അടുത്ത ബന്ധമുണ്ട്. രാജകുടുംബമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ നോട്ട് ബ്ലഡ് റിലേഷൻ, അല്ലാതെയുള്ള ബന്ധങ്ങൾ. പാർക്ക്മാൻ നമുക്കറിയാം അവരുടെ ഉൽപ്പന്നങ്ങൾ. അമേരിക്കയിൽ അവർക്ക് 2000 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ പാർക്ക്മാൻ ഏറ്റവും അവസാനത്തെ പുത്രനാണ് ഫ്രാൻസിസ് പാർക്ക്മാൻ. മെലിഞ്ഞ ഒരു മനുഷ്യനാണ്, വളരെ ദുർബലമായ ശരീരമാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറയണം, അമ്മാവന്മാരുടെ അടുത്ത് പോയി നിന്നു അമേരിക്കയിൽ. അവിടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മാംസവും പാലും ഒക്കെ കുടിക്കാം, അങ്ങനെ വിടുക. ഇംഗ്ലണ്ടിലെ കൂട്ടുകാരിൽ നിന്ന് അവൻ അകന്ന് അമേരിക്കയിൽ ചെന്നപ്പോൾ അവന് ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ അവൻ വെറുതെ ഇരുന്നില്ല, കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ റെഡ് ഇന്ത്യനുമായിട്ട് അവൻ ബന്ധം സ്ഥാപിച്ചു. അവൻ്റെ കൂടെ അവൻ ഈ മനുഷ്യൻ രോഗി, നാഡീ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഉടമയായിരുന്ന ഈ മനുഷ്യൻ ഫ്രാൻസിസ് പാർക്ക്മാൻ ഒറിഗോൺ എന്ന് പറയുന്ന ഈ ദുർഘടമായ ഈ വനപാത കടക്കുന്ന കഥയാണ് ഒറിഗോൺ ട്രെയിൽ. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഡ്വഞ്ചറസ് കഥയാണ് ഒറിഗോൺ ട്രെയിൽ. ഈ കഥ വായിച്ചപ്പോഴാണ് പാർക്ക്മാനെ കുറിച്ച് ചിന്തിച്ചത്. പാർക്ക്മാൻ ഒരു തീരുമാനമെടുത്തു, ഞാനിത് കടക്കുമെന്ന്. ആരോടും പറയാതെ ഒരു കുതിരപ്പുറത്ത് ഈ റെഡ് ഇന്ത്യൻ്റെ കൂടെ പോലുള്ള ആ യാത്രയാണ്. ഈ ഒറിഗോൺ ട്രയലിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതാരും മറികടന്നിട്ടില്ല. ഇത് മറികടക്കുന്നവരൊക്കെ രോഗം പിടിച്ച് മരിച്ചിട്ടേ ഉള്ളൂ. ഒന്നിൽ കോളറ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പനികൾ, എന്തെങ്കിലും രോഗമാണ്. കാരണം ഭയങ്കരമാണ് ഇതിൽ കൊതുകുകളും ചതുപ്പുകളും ക്രൂരമായ മൃഗങ്ങളും ഒക്കെയുള്ള സ്ഥലമാണ്. അതിലേറെ ഏറ്റവും ക്രൂരമായ റെഡ് ഇന്ത്യൻസും. ഇവരെ മറികടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ പാർക്ക്മാൻ അത് ചെയ്തു. നഗ്നനായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തതെന്ന് അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്നത്. കാരണം വസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ കാട്ടുപോത്തിൻ്റെ തോലുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒറിഗോൺ ട്രയൽ കടന്നത്. ഒറിഗോൺ ട്രയൽ എന്ന ഗ്രന്ഥം തൻ്റെ 27ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതി. ഒരുപാട് അവാർഡുകൾ കിട്ടി. ഫ്രാൻസിസ് പാർക്ക്മാൻ അവാർഡ് അമേരിക്കയിൽ കൊടുക്കുന്നുണ്ട്. അത് ഏറ്റവും നല്ല ചരിത്ര ഗ്രന്ഥത്തിനുള്ള അവാർഡാണ്. ഫ്രാൻസിസ് പാർക്ക്മാൻ മോണുമെൻ്റ് ഉണ്ട്. അദ്ദേഹം താമസ ഭവനം അദ്ദേഹത്തിൻ്റെ മോണുമെൻ്റ് ആയിട്ട് ഇപ്പോഴും കണക്കാക്കുന്നു. അപ്പം ഞാനതിനെ പാർക്ക്മാനിസം എന്നാണ് പറയുക. കാരണം ഒരു തീരുമാനമെടുത്തു, അത് നടപ്പിൽ വരുത്തി. ഞാൻ ഈ മറികടക്കും. ഒരുപാട് പേര് ആഗ്രഹിച്ചാണ്, സാധിക്കാതെ പോയതാണ്. പക്ഷേ ആ ഇച്ഛാശക്തിയുടെ ഫലമായിരുന്നു ഫ്രാൻസിസ് പാർക്ക്മാൻ്റെ ഒറിഗോൺ ട്രയൽ എന്നുള്ള ഗ്രന്ഥം. അമൂല്യ ഒരു നിധിയായിട്ട് ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ആർക്കും കൊടുക്കാറില്ല, ഞാൻ ആർക്കും വായിക്കാൻ കൊടുക്കാറില്ല. വായിക്കാൻ കൊടുത്ത് തിരിച്ചിട്ടില്ല. എൻ്റെ പുസ്തക ശേഖരത്തിൽ അമൂല്യമായൊരു നിധിയായിട്ട് ഫ്രാൻസിസ് പാർക്ക്മാൻ്റെ ഒറിഗോൺ ട്രയൽ ഉണ്ട്. ഞാൻ അതിനെ പാർക്ക്മാനിസം എന്നാണ് വിളിക്കുക. കാരണം ഒരു ഇച്ഛാശക്തി, ഞാനത് മറികടക്കും എന്ന് തീരുമാനിച്ചു. അത് ലോകത്തിന് കൊടുത്തപ്പോഴാണ് ഇത്രയും വലിയ ഒരു ദുർഘടമായ പാതയാണ് ഒറിഗോൺ എന്നുള്ള നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇത്രയാണ് എന്നിൽ നിന്ന് ഞാൻ ഇസങ്ങൾ പ്രിപ്പയർ ചെയ്ത്. ഇനിയുണ്ട് ഒരുപാട് ചരിത്ര പുരുഷന്മാർ നൽകുന്ന ഇസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ വിക്ടറിയും അവരുടെ പരാജയവും ഫെയിലിയറും നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇനിയും കിടക്കുന്നു. ഓക്കെ, സാബു സാറ് എനിക്ക് തന്ന സമയത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിക്കുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. വളരെ മനോഹരമായ ഒരു സെഷൻ. ജീവിത വിജയത്തിൻ്റെ സൂത്രവാക്യങ്ങൾ, അത് 5 വ്യക്തികളിലൂടെ സാർ അത് വളരെ കൃത്യമായിട്ട്, മോനിസംസ് സാറ് എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഹാനിമനിസം വളരെ കൃത്യതയോടെ വിജയത്തിൻ്റെയും തോൽവിയുടെയും ചരിത്രങ്ങൾ സാർ, പ്ലാനിങ്ങും സ്ട്രെങ്തും വീക്ക്നെസ്സും ഒക്കെ തിരിച്ചറിയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു ജീവിത വിജയമുണ്ടാകുന്നതെങ്കിലും അതുപോലെ തന്നെ പരാജയം സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് ഹാനിമൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ, അമിതമായ ആവേശം തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഈ ഉദാഹരണങ്ങളെല്ലാം
ഹാനിബോൾ, ഓ യെസ്, എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ പോലും അവിടെ അതുപോലെ ചാണക്യനെ കുറിച്ച് പറഞ്ഞപ്പം ചാണക്യൻ്റെ പ്ലാനിങ്, അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ്, സത്യസന്ധത, ലീസിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകളും ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുന്നതിലുള്ള ആ പ്രത്യേകത, കണ്ടിന്യൂസ് ലേണിംഗ് ക്വാളിറ്റി, അദ്ദേഹത്തിനും ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായി എന്നും അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായെന്ന് പറഞ്ഞു. നെപ്പോളിയനെ കുറിച്ചും പറഞ്ഞു. വളരെ അഹ്, താഴ്ന്ന നിലവാരത്തിൽ നിന്ന് വിജയത്തിലേക്ക് കടന്നു വന്ന ആ വ്യക്തി. അദ്ദേഹവും ഹാർഡ് വർക്കിൻ്റെയും വിഷ്വലൈസേഷൻ്റെയൊക്കെ ഒരു മൂർത്തിഭാവമാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനും അമിതാവേശം ചില പ്രശ്നങ്ങളുണ്ടാക്കി. മറ്റ് ഉന്നതരോട് ട്രീറ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്യാനുള്ള, ബന്ധങ്ങൾ ഉണ്ടാക്കാനുള്ള ആ ശേഷിക്കുറവെല്ലാം പ്രശ്നമുണ്ടാക്കി. ഒരുപക്ഷെ ശക്തമായ ആത്മവിശ്വാസം, ഒരു സ്വല്പം അഹങ്കാരമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. നാലാമത്തെ വ്യക്തിയെക്കുറിച്ച് വില്യം കോൾഗേറ്റിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. കഠിനാധ്വാനവും അതുപോലെ തന്നെ ദൈവവിശ്വാസവും കൈമുതലായി സൂക്ഷിച്ച വളരെ പ്രശസ്തനായ ഒരു വ്യക്തി. പിന്നെ സാർ പറഞ്ഞത് ഫ്രാൻസിസ് പാക്മാനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഓറിഗൺ ട്രയൽ എന്ന് പറയുന്ന മനോഹരമായ ഒരു തീരുമാനം, ആ യാത്ര സംഘടിപ്പിക്കാൻ ആഗ്രഹിച്ച ആ തീരുമാനം പൂർത്തിയാക്കി, അതൊരു മഹത്തായ കാര്യമാണ് എന്ന് പറഞ്ഞു. ജീവിതത്തെ വളരെ കൃത്യതയോടെ വാച്ച് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കേണ്ട കൃത്യം കാര്യങ്ങൾ, ആ വിജയത്തിൻ്റെ സൂത്രവാക്യങ്ങളെല്ലാം ഈ ഉദാഹരണങ്ങളിലൂടെ വളരെ മനോഹരമായി കഥകളിലൂടെ ഒക്കെ സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ കൃത്യതയോടെ പുതിയ ഒരു ജീവിത വിജയത്തിന് തയ്യാറാകുന്ന എല്ലാവർക്കും പ്രയോജനമാണ് ഈ വിഷയങ്ങളെല്ലാം. സോ ഉണർവ് 2025 ഭാഗമായി നാലാമത്തെ സെഷനാണ് ബോബൻ സാറിലൂടെ നമ്മൾ കേട്ടത്. കോട്ടയം PCTയുടെ ഭാഗമായിട്ട് ഉണർവിൻ്റെ പേരിൽ സാറിന് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് കോട്ടയം PCTയുടെ പ്രസിഡന്റ് ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ട്രഷറർ എല്ലാം ഉണ്ട്. എല്ലാവരുടെയും പേരിൽ പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ PCTയുടെ സംസ്ഥാന പ്രസിഡന്റ് മനോഹർലാൽ സാറുണ്ട്, വിക്ടർ ജോർജ് സാറുണ്ട് ഇടുക്കിയിൽ നിന്ന്. വളരെ സന്തോഷത്തോടെ അവർക്ക് നന്ദി പറയുകയാണ്. സോ ഇന്ന് ചർച്ചയിലേക്ക് നമുക്ക് പോകാം. ഒരിക്കൽ കൂടി ബോബൻ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. സാറുമായിട്ട് ഒത്തിരി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ബന്ധങ്ങൾ സാറുമായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ മനോഹരമായ സെഷനിൽ ചേർന്ന് വരാൻ സാധിച്ച വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് മനോഹർലാൽ സാറിൽ നിന്ന് തുടങ്ങാം. മനോഹർ സാർ, അഡ്മിറ്റ് ചെയ്തു. ഓക്കെ സാർ, നമ്മുടെ ഇസംസ് അത് ചരിത്ര പുരുഷന്മാരെ 5 ചരിത്ര പുരുഷന്മാരാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ഇടയ്ക്ക് ഞാൻ മുറിഞ്ഞു വേണ്ടിയിരുന്നു ഇന്നത്തെ കോളൊന്നും. ഇവിടെ സാബു സാർ ഇത് പറഞ്ഞപ്പോൾ എനിക്കത് വ്യക്തമായി, ആ ഒരു ബ്രീഫ് തന്നു. അപ്പോൾ നമ്മുടെ ബോബൻ സാർ വളരെ മനോഹരമായി ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ സുഖസിദ്ധമായ കഴിവുണ്ട്. പ്രത്യേകിച്ച് ഒരു ടീച്ചർ എന്ന നിലയിൽ നല്ല രീതിയിൽ ക്ലാസ് എടുക്കുവാനും കൃത്യമായ അത് പറയാനും ഒക്കെ കഴിവുള്ള ഒരാളാണ്. നമ്മുടെ PCTയെ സംബന്ധിച്ചോളം നമ്മളൊരു അസറ്റാണത്. നമ്മുടെ ഒരു സെക്രട്ടറി കൂടിയാണ്. സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ കോട്ടയം ജില്ലയുടെ വളർച്ച, അസൂയാവഹമായ വളർച്ചയെ ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ PCTയുടെ എനിക്ക് തോന്നുന്നത് ആ ഒരു ആദ്യത്തെ വെബിനാർ ആയിരിക്കുന്നു. PCT എന്നുള്ള നമ്മുടെ ലോഞ്ചിങ് തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ഒരു വെബിനാർ ആയതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങളെ കൂടെ കുറച്ചു നേരം ഇരിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ കയറിയിട്ടുള്ളത്. നാളെ നമ്മുടെ ഒരുപാട് തിരക്കിനിടയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായാലും അതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങളെപ്പോലുള്ള എല്ലാവരെയും കാണാനും കേൾക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു, നമ്മളെപ്പോഴും നല്ലൊരു മാനസികമായി ഐക്യപ്പെടുന്ന ഒരു സംഘടനയാണ്. ചാണക്യന്റെ വാക്കെടുത്താൽ ശക്തമായ മനസ്സിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ചാണക്യൻ പറഞ്ഞിരിക്കുന്നു. വളരെ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്.
നമ്മുടെ മനസ്സ് ശക്തമാണെങ്കിൽ, മനസ്സിലെ ആഗ്രഹം ശക്തമാണെങ്കിൽ ഏത് കാര്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ചൂണ്ടുപലകയാണ് അദ്ദേഹത്തിന്റെ ആ ആപ്തവാക്യങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. ചരിത്രങ്ങളിൽ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും നമ്മുടെ ബോബൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വളരെ ഉപകരിക്കും. നമ്മളൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് അദ്ദേഹം ഇവിടെ ഈ കഥകളിലൂടെ ഓഫ് വിക്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫ്രം ഹിസ്റ്ററി എന്നുള്ള അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകരമായ ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാനത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയത്. അത് മോശമായില്ല, അത് വളരെയധികം നമുക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് ആളുകളൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കും. വിശദമായി കേട്ട ആളുകളൊക്കെ ധാരാളം ഉണ്ടാവും. എന്ത് തന്നെയായാലും നമ്മുടെ 18-ാം തീയതി നമ്മുടെ സംഘടനയുടെ ഒരു ഔദ്യോഗിക ലോഞ്ചിങ് നടക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മളെ മിക്കവാറും അത് ആലുവയിലായിരിക്കും അത് ചെയ്യുന്നത്. അന്ന് നമ്മുടെ ഇതിൽ മെമ്പർമാരായ മിക്കവാറും ആളുകൾ അവിടെ വരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, ക്ഷണിക്കുന്നു. അതുകൂടി പറയാൻ വേണ്ടി ആ ദൗത്യം കൂടി എനിക്ക് നിക്ഷിപ്തമായതുകൊണ്ട് അബു സാറെ ഈ അവസരം തന്നതിൽ സന്തോഷമുണ്ട്. കൂടുതൽ ഉണർവോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ. താങ്ക് യു സാർ. സാർ പറഞ്ഞ പോലെ PCTA-യുടെ ഒഫീഷ്യൽ ലോഞ്ചാണ് 18-ാം തീയതി. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും അതിൻ്റെ മെമ്പർഷിപ്പൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയമാണ്. എല്ലാവരും മെമ്പർഷിപ്പൊക്കെ എടുക്കുക. തീർച്ചയായിട്ടും ആ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളെയൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഈ 18-ാം തീയതി ആലുവയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിലും നമുക്ക് എല്ലാവർക്കും സംബന്ധിക്കാവുന്നതുമാണ്. ഇനി തീർച്ചയായിട്ടും അടുത്തതായിട്ട് കോട്ടയത്തിൻ്റെ ഉണർവിൻ്റെ ഒരു വലിയ ഘടകമാണ് അനിയമ്മ മാം. അനിയമ്മ മാം ഓക്കെ, കിട്ടുന്നോ? കേൾക്കാം. ഓക്കെ. എനിക്ക് ഒന്നും പറയാനില്ല. അത്രയ്ക്കും മേൽ വലിയൊരു ടീച്ചറെ ഞാൻ കണ്ടുമുട്ടി. എൻ്റെ ലൈഫിലേക്ക് നല്ലൊരു അസറ്റ്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്നാ പറയുന്നത്, മുഴുവനൊന്നും എനിക്ക് നോട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അത്രമേൽ കൂടുതൽ പറയുന്നുണ്ടായിരുന്നു. ഭവൻ സാർ, സോ ഗ്രേറ്റ്. ടൈം പോയതുപോലും അറിഞ്ഞില്ല. ഇപ്പം നിൽക്കണ്ടെന്നും തോന്നിയിരുന്നു. പെട്ടെന്ന് ക്ലോസ് ചെയ്ത് പോയ പോലെ. കുറച്ചും കൂടി പ്രതീക്ഷിച്ചിരുന്നു. അടുത്ത സെഷനിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം താങ്ക് യു. നഗരമാവത്തിരി. താങ്ക് യു. ഓൾവേസ് വെൽക്കം. താങ്ക് യു മാം. ഓക്കെ. തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ചരിത്രം അറിയുകയും ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത അധ്യാപകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ബോബൻ സാർ നൽകിയത് വലിയൊരു, അനിയമ്മ മാം പറഞ്ഞ പോലെ വലിയൊരു ക്ലാസ് തന്നെയാണ്. അത് ജീവിതത്തെ വിജയിപ്പിക്കാൻ ഏറ്റവും ഗുണകരമാണ് താനും. ബാബു സാറുണ്ടോ? ബാബു തോമസ് സാർ, കോട്ടയത്തിൻ്റെ പ്രസിഡന്റ് ഇൻചാർജ്. ഇംഗ്ലീഷ് അധ്യാപനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് കൗൺസിലിങ്ങിലൂടെയും അതുപോലെ പരിശീലനത്തിലൂടെയും സ്വയം ഒരു പ്രസ്ഥാനമായി മാറിയ ശ്രീ ബോബൻ കൊക്കപ്പുഴ സാറിൻ്റെ ഈ ക്ലാസ് അതീവ ഹൃദ്യവും വളരെയധികം പ്രചോദനം ഏകുന്നതുമായിരുന്നു. വിജയത്തിൻ്റെ ഇസ്സങ്ങൾ ചരിത്രത്തിലൂടെ, നമ്മൾ സാഹിത്യത്തിലെ ഇസ്സങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ വിജയത്തിൻ്റെ ഇസ്സങ്ങൾ ഉള്ള വ്യക്തികളെക്കുറിച്ച് അപൂർവമായാണ് പറയാറുള്ളത്. പക്ഷേ ആ അപൂർവത നമുക്കേവർക്കും പ്രചോദനമേകുന്ന വിജയമന്ത്രങ്ങളായി സാറ് ഇവിടെ അവതരിപ്പിച്ചു എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. 5 ഇസ്സങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. ഹാനിബോളിസം, ചാണക്യനിസം, നെപ്പോളിയനിസം, കോൾഗേറ്റിനിസം, പാർക്ക്മാനിസം. അപ്പൊ ഈ 5 ഇസ്സങ്ങളിലൂടെ 5 മഹത് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടുത്തുകയും അവരുടെ പരാജയങ്ങളും അവരുടെ വിജയങ്ങളും
സാർ ഇവിടെ പ്രതിപാദിക്കുകയും ചെയ്തതിലൂടെ പ്രകാശത്തിന്റെ ഒത്തിരി ഉൾക്കാഴ്ചകളാണ് നമുക്ക് നൽകിയത്. സാറിന്റെ ഈ പ്രകാശത്തിലേക്കുള്ള ഉൾക്കാഴ്ചകൾ ഇനിയും വിജയമന്ത്രങ്ങളായിട്ട്, ഇനിയും ചരിത്രത്തിലെ ഇസ്സങ്ങളായിട്ട് വീണ്ടും തുടരും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയല്ലേ സാർ? ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വിക്ടർ ജോർജ് സാർ, ഇടുക്കി. വിക്ടർ ജോർജ് സാർ പറയും. സാർ അൺമ്യൂട്ട് ചെയ്യണേ, മ്യൂട്ടായി പോയി. വീണ്ടും മ്യൂട്ടായി പോയല്ലോ. ഓക്കെ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു എനിക്ക്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു, തീർച്ചയായും. ദെൻ റോയ് സാർ, അനിൽകുമാർ സാർ, ജോർജ് സാർ, റോയ് സാർ. ബോബൻ സാറിന്റെ ഇസം ഓഫ് വിക്ടറി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഐഡിയയും കിട്ടി. എന്നാൽ 5 ഇസങ്ങൾ പറഞ്ഞപ്പോഴാണ് അവരെ കൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തത്. ഈ ചാണക്യനെയും നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയും ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഹണിബാളിനെയും വില്യം കോൾഗേറ്റിനെയും അതുപോലെ തന്നെ ഫ്രാൻസിസ് പാർക്ക്മാനെ കുറിച്ചും ഒന്നും കേട്ടിട്ടില്ല. പക്ഷേ ഇവരുടെ എല്ലാം ജീവിതത്തിലൂടെ എന്താണ് വിജയത്തിൻ്റെ രഹസ്യമെന്നും എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്നും എല്ലാം വളരെ ഭംഗിയായി അദ്ദേഹം ഇവിടെ വളരെ സ്പീഡിലാണെങ്കിലും അത് വിശദീകരിച്ചു തന്നു. പ്ലാനിങ്ങും സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും സ്ട്രെങ്ത്തിന് മാത്രം ശ്രദ്ധിച്ചു പോയ ആളായിരുന്നു ഹാനിബാൾ. അപ്പോൾ ഹാനിബാലിസത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ചാണക്യൻ ഒരു സന്യാസിയായ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. പ്ലാനിങ്ങും ടൈം മാനേജ്മെൻറ്റും ഒക്കെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ പരാജയത്തിലൂടെ പഠിക്കുക എന്നും പറഞ്ഞു. ഓക്കെ. പിന്നെ നെപ്പോളിയൻ ബോണപാർട്ട് പരാജയത്തിനും വിജയത്തിനും മാതൃകയായ ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. ഹാർഡ് വർക്കും സ്കില്ലിൽ അഭിനന്ദനം വേണ്ടുന്നു. ബിലീവ് യുവർ സെൽഫ്. നമ്മൾ അതും എടുത്തു പറഞ്ഞു. ഈ അമിത ആവേശം പരാജയം ഉണ്ടാക്കുന്നു എന്നതും വളരെ ഭംഗിയായി ഇവിടെ വിവരിച്ചു. പിന്നെ നമ്മൾ ആദ്യമായി കേൾക്കുന്ന വില്യം കോൾഗേറ്റിനെ കുറിച്ച്. ഈ കോൾഗേറ്റ് വേസ്റ്റ് സാർ ഉപയോഗിക്കാറുണ്ട്, ഞങ്ങളും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞു തന്ന ബോബൻ സാറിന് വളരെയധികം അഭിനന്ദനങ്ങൾ. ആത്മവിശ്വാസവും ആണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലായത്. കാരണം ബ്രിട്ടനിൽ ജനിച്ചെങ്കിലും അമേരിക്കയിൽ പോയി ബിസിനസ് ചെയ്ത് ആത്മവിശ്വാസത്തോടു കൂടി നേടിയെടുത്തു എന്ന് പറയുന്നു. പിന്നെ അവസാനം പറഞ്ഞ ഫ്രാൻസിസ് പാർക്കിൻസൺ ഒറിഗോൺ ട്രേഡ് എന്ന് പറയുന്ന ആ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ ആമസോൺ പോലെയുള്ള വനത്തിലൂടെ കടന്ന് ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന ആ വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡുള്ളതായിട്ടുമൊക്കെ പറഞ്ഞു. ഏതായാലും വളരെയധികം പുതിയ കാര്യങ്ങൾ നമുക്ക് തരികയും മോട്ടിവേഷൻ ചെയ്യുകയും ചെയ്ത ബോബൻ സാറിന് അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ദെൻ കുഞ്ഞായി മാസ്റ്റർ, അനിൽകുമാർ സാർ ഉണ്ടോ? ജോർജ് സാർ, മാത്യു തോമസ്, ജോസഫ് സാർ. സാറേ, എന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യം പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് ഒത്തിരി പഠിക്കാൻ നമുക്കുണ്ട്. സാറിൻ്റെ ആ ക്ലാസ് വഴി വളരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാനും നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മുടെ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ അതിന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ദാറ്റ് ഈസ് നമ്മൾ ഫ്രണ്ട്സാണ് നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ഒക്കെ ബാധിക്കുന്നത്. അത് വിജയത്തിലേക്കും പരാജയത്തിലേക്കും
ലും വരും. ആയതിനാൽ നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ കൂടി പറഞ്ഞത്. പിന്നെ നമ്മുടെ എല്ലാത്തിലുള്ള ഈ എടുത്തുചാട്ടം, അതായത് അഹങ്കാരം, ഇതൊക്കെ നമ്മുടെ പരാജയത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ള കാര്യമാണ് ഇവരുടെ കാര്യങ്ങളിൽ നമ്മൾ പഠിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമുക്കൊരു ഇച്ഛാശക്തി വേണം. നമ്മൾ ഏത് കാര്യവും നേടിയെടുക്കുന്നതിന് അത് വേണം, അതിൽ ഹാർഡ് വർക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. പിന്നെ ചാണക്യൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് സാബു സാറും എടുത്തു പറഞ്ഞു, അതിലേക്ക് പോകുന്നില്ല. കണ്ടിന്യൂസ് ലേണിംഗ് വേണം, പ്ലാനിങ്, ടൈം മാനേജ്മെൻറ്റ്. അന്ന് തന്നെ VC കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവരൊക്കെ ശ്രദ്ധിച്ചിരുന്നു. സത്യസന്ധത, ഈ കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു. എല്ലാവരും പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നല്ല രസകരമായ ഒരു ക്ലാസ് ആയിരുന്നു. സാറ് ചരിത്രത്തിൻ്റെ ആളല്ല, ഇംഗ്ലീഷ് അധ്യാപകനായിട്ടും നല്ല ഒരു ചരിത്രത്തെക്കുറിച്ച് ഇത്ര ആഴത്തിൽ മനസ്സിലാക്കി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി. എന്തായാലും വളരെ നമ്മുടെ സാധാരണ ഭാഷയിൽ അടിപൊളി ക്ലാസ് ആയിരുന്നു. അതൊരു എക്സലൻറ്റ് ക്ലാസ്. സോ എല്ലാ നന്മകളും അവർക്ക് നേരുന്നു. എല്ലാ വിജയങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഓവർ ടു സാബു സാർ. താങ്ക് യു സാർ. സാർ. താങ്ക് യു സാബു സാർ. ഹായ്. ഇന്നത്തെ ബോബൻ സാറിൻ്റെ ക്ലാസ് ചരിത്രവും ഫിലോസഫിയും അതിലെല്ലാം ഉപരിയായി വിജയിക്കാൻ ആവശ്യമായ വിജയതന്ത്രങ്ങൾ 5 ഇസത്തിലൂടെ സാർ നന്നായി അവതരിപ്പിച്ചു. എത്ര പറഞ്ഞാലും അതിഗംഭീരമാണ് അല്ലേ? പ്രഗത്ഭന്മാരായവരൊക്കെ അതിനെ വിലയിരുത്തിയതും അങ്ങനെ തന്നെയാണ് കേട്ടത്. ഫീഡ്ബാക്ക് കേട്ടാൽ അറിയാം. എന്തായാലും ഞാൻ ഇനി ഓരോന്ന് ആവർത്തിച്ച് പറയുന്നില്ല. വിജയസൂത്രങ്ങൾ കുറുക്കു വഴികളില്ലാതെ തന്നെ സവിസ്തരം പ്രതിപാദിച്ച കഥ. സാറിന് പ്രത്യേകം അഭിനന്ദനം. താങ്ക് യു സാർ. താങ്ക് യു സാർ. വിൻസെന്റ് സാർ പറയൂ. സാറേ, ഇസം എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച കമ്മ്യൂണിസം, സോഷ്യലിസം അങ്ങനെയുള്ള ഇസമാണ് കേട്ടിട്ടുള്ളത്. സത്യം പറയാമല്ലോ, എൻ്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം ഇത് കേട്ടപ്പോഴാണ് ആ ആത്മവിശ്വാസം, അമിത ആത്മവിശ്വാസം, അഹങ്കാരം, ഈ 3 വിഷയങ്ങളെക്കുറിച്ച് സാറ് 5 ഇസത്തെ കൂടാതെ വളരെ നല്ല പോലെ പ്രതിപാദിച്ചു എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ആത്മവിശ്വാസം വേണം. പക്ഷെ അമിത ആത്മവിശ്വാസം ആകുമ്പോഴും അതും കുഴപ്പമാണ്. അഹങ്കാരമാകുമ്പോൾ അത് വീണ്ടും കുഴപ്പമാണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഫ്രണ്ട് സർക്കിള്, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ നല്ല പോലെ സാറ് പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും? മാക്സി സാർ, ജോസഫ് സാർ, അരവിന്ദൻ, എനിബഡി എൽസ്? അല്ലെങ്കിൽ നമുക്ക് ബോബൻ സാറിനെ ഒന്നുകൊണ്ട് വിളിക്കാം. ബോബൻ സാർ ഉണ്ടോ? ജോഷി സാർ പ്ലീസ്. വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണമാണ് കഴിഞ്ഞ ഒരു മണിക്കൂർ നേരത്തിനധികം കേട്ടുകൊണ്ടിരുന്നത്. സുന്ദരമായ ഭാഷ, നല്ല ഒഴുക്കോടെ കേൾവിക്കാർക്ക് ഇമ്പമാർന്ന തരത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അതിനാണ് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. കേട്ടതും വളരെ അപൂർവമായി കേട്ടതുമായ 5 വ്യക്തിത്വങ്ങളെയാണ് അവതരിപ്പിച്ചത്. വ്യക്തികളെ അവരുടെ ആശയങ്ങളുമായി കൂട്ടിച്ചേർത്ത് അവരിൽ നിന്ന് ആർജിക്കേണ്ടുന്ന കാര്യങ്ങളെയും കൂടി ചേർത്ത് വളരെ നന്നായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. ഈ വിഷയത്തെ കേൾക്കുമ്പോൾ ഒരു പ്രഭാഷണം എങ്ങനെയാണ് ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ശുദ്ധമായി അവതരിപ്പിക്കുന്നത് എന്നതിനുള്ള ഒരു പ്രചോദനം കൂടിയായിരുന്നു. ഒരുപക്ഷെ ചില തത്വങ്ങൾ, സിദ്ധാന്തങ്ങളൊക്കെ പുതുമയുള്ളതല്ലെങ്കിലും പക്ഷെ ആ വിഷയത്തെ വളരെ ഏതൊരാളിനെയും ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ മഹത്തായ പ്രഭാഷണത്തിൻ്റെ
ഏറ്റവും വലിയ കാര്യമായി ഞാൻ കാണുന്നത്. സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു. ഓക്കെ ജോഷ് സാർ. ബോബൻ സാർ കേൾക്കാമോ? ബോബൻ സാറിന് കേൾക്കാമോ? ഓക്കെ, കേൾക്കാം സാറേ. ഓക്കെ, സാറിൻ്റെ ഒരു കൺക്ലൂഷനോട് കൂടി നമുക്ക് നിർത്താം. ഇതിൽ ഇനിയൊരു കൺക്ലൂഷൻ വേണം. അതായത് ഒരുപാട് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പുസ്തകം വായിക്കാൻ എടുത്താൽ അത് ആരെഴുതി അയാളെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാനിതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയും പുസ്തകങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുക. അപ്പോൾ ഒരു സ്റ്റോറിയോ എന്തെങ്കിലും എടുത്താൽ അതിൻ്റെ ഓഥർ ആരാണ്? നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഒരു പുസ്തകം എഴുതുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രചോദനം ഉണ്ടാവും. അപ്പോൾ ഓഥർ എന്തുകൊണ്ട് അത് എഴുതി, ഇതും കൂടി ഞാൻ പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനിയുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ നമ്മളെ മുമ്പിൽ നിരത്തി വെക്കാനുണ്ട്. അതിനുള്ള സമയം ഇനിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ അവസാനിപ്പിച്ചത്. സാബു സാറിനും നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ ഈ ഇൻസ്പയറിങ് കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഇനിയും താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ക്ഷണിക്കുന്നതായിരിക്കും. കാരണം ഇത് വളരെ എളുപ്പം, ഒരു ബുക്ക് വായിക്കാതെ തന്നെ വളരെ കൃത്യത്തിൽ അതിൻ്റെ നക്ഷൽ കിട്ടുക എന്ന് വെച്ചാൽ, നമ്മളെല്ലാ ബുധനാഴ്ചകളും ബുക്ക് റിവ്യൂ ചെയ്യാറുണ്ട്. എല്ലാ ബുധനാഴ്ചകളും ബുക്ക് റിവ്യൂ ചെയ്യാറുണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഈ ബുക്ക് വായിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലാതെ തന്നെ, എന്നാൽ അത് കേട്ട് കഴിഞ്ഞാൽ വായിക്കാൻ തോന്നുന്ന രീതിയിലും അത് കൃത്യമായിട്ട് പ്രയോജനകരമാകും. തന്നെയുമല്ല, PCTA കുറിച്ച് പറയുമ്പം നമ്മൾ ശരിക്കും ഒരു ആരംഭഘട്ടത്തിലാണ്. ഈ ആരംഭഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട എല്ലാ പോയിന്റുകളും വളരെ കൃത്യമായിട്ട് ഈ ഇസത്തിലൂടെ, ഈ വിക്ടോറിയസ് ഇസത്തിലൂടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. PCTA എന്ന് പറയുന്ന ഒരു നാമകരണത്തിന് ശേഷം വരുന്ന ആദ്യത്തെ സെഷൻ തന്നെയാണിത്. അപ്പോൾ അവിടെ ബോബൻ സാർ നൽകിയത് വലിയൊരു തിരിച്ചറിവാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഇൻസ്പയറിംഗ് ആണ്. അത് പ്രയോജനകരമായി നമുക്ക് ഉപയോഗിക്കാം. സോ എല്ലാ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി PCTA കോട്ടയം ഉണർവിൻ്റെ പേരിൽ നൽകിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ബോബൻ സാർ, വൺസ് അഗെയിൻ. വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂഷൻ തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ സാറിനെ ക്ഷണിക്കും. ബൈ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. ഓക്കെ, താങ്ക് യു സാർ.